अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहु। अल्हम्दुलिल्लाहि रब्बिल आलमीन वस्सलातु वस्सलामु अला रसूलिल अमीन। इन उरीदु इल्लल इस्लाह मस्तताअतु वमा तौफीक़ी इल्ला बिल्लाहि अलैहि तवक्कल्तु व इलैहि उनीब। ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, പ്രേം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിത ചരിത്രം എന്ന വിഷയ പരമ്പരയിലെ 8ാമത്തെ ദർസിലാണ് നാം എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. ജാഹിലിയ കാലഘട്ടത്തിലെ അന്ധകാരങ്ങളെ സംബന്ധിച്ച് അവർക്കിടയിലുണ്ടായിരുന്ന ലൈംഗിക ആഭാസങ്ങളും അതേപോലെ തന്നെ പലിശയും ചൂതാട്ടവും മദ്യവും അതുപോലെ തന്നെ ഗോത്ര വഴക്കുകളും അത് എത്ര ഭയാനകരമായിരുന്നു എന്നതാണ് കഴിഞ്ഞ നമ്മുടെ സീറയിൽ നാം ചർച്ച ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് ഒരു മാലയിലെ മുത്തുമണികളെപ്പോലെ പരസ്പരം ഒരേ മനസ്സുപോലെ ഉൾക്കൊള്ളാനും സ്നേഹിക്കുവാനും കഴിയുന്ന മനസ്സിൻ്റെ ഉറവിടങ്ങളാക്കി അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകമാനവർക്ക് വേണ്ടി വാർത്തെടുത്തു എന്നതാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞുപോയ വിഷയം. അതിൽ തന്നെ അടിസ്ഥാനപരമായ മറ്റൊരു മേഖലയാണ് അവർക്കിടയിലുണ്ടായിരുന്ന വിശ്വാസ ജീർണത എന്നുള്ളത്. നമുക്കറിയാം, മക്കയിലെ കുഫാറുകളെ പൊതുവെ അറിയപ്പെടുന്നത് മുശ്രിക്കുകൾ എന്നാണ്. മക്ക മുശ്രിക്ക് എന്നാണ്. മക്ക മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മുശ്രിക്ക് എന്ന് ഒരാളെ പറ്റി പറയണമെങ്കിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചുകൊണ്ട് അവനിൽ പങ്കു ചേർക്കുന്ന ആളുകൾക്കാണ് മുശ്രിക്ക് എന്ന് പറയാം. അല്ലാത്തവർക്ക് കാഫിർ അല്ലെങ്കിൽ സിന്ദീഖ് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഒരിക്കലും മക്കാ മുശ്രിക്കുകൾക്ക് അല്ലാഹു തആലയിൽ വിശ്വാസമില്ല. അതായത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ അല്ലാഹുവിൽ മക്കയിലെ മുശ്രിക്കുകൾക്ക് വിശ്വാസമില്ല. മറിച്ച് അവർ ഒരു ദൈവിക സഭയിലുള്ള ഏതോ ഒരു ഇലാഹിനെയാണ് വിശ്വസിക്കുന്നത് എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലെ സമസ്തക്കാരായ മുസ്ലിയാക്കന്മാർ പൊതുവെ ദുർവ്യാഖ്യാനം ചെയ്യാറുള്ളത്. അങ്ങനെയല്ല. മറിച്ച് മക്കയിലുണ്ടായിരുന്ന ഖുറൈശികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വാസമുണ്ട് എന്നതിന് വിശുദ്ധ ഖുർആനിൽ നിന്നും അതുപോലെ തന്നെ സ്വീകാര്യമായ ചരിത്രങ്ങളിൽ നിന്നും ഹദീസുകളിൽ നിന്നുമൊക്കെ ധാരാളം തെളിവുകൾ നമുക്ക് ലഭിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസവിച്ച സമയത്ത്, കുഞ്ഞായി ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബ് ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് കഅബാലയത്തിൻ്റെ മുറ്റത്തെത്തി അവിടുന്ന് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ചൊല്ലിയ കവിത പോലും ചരിത്രത്തിൽ ശ്രദ്ധേയമാണ്. അതായത്, ഈ കഅബയുടെ നാഥനായ റബ്ബേ, ഒരു നല്ല അഴകാർന്ന അല്ലെങ്കിൽ നല്ല ഒരു ഭംഗിയുള്ള നല്ല ഐശ്വര്യമുള്ള ഈ കുഞ്ഞിന് നൽകിയ നിനക്കാകുന്ന സർവസ്തുതിയും എന്നാണ്. അപ്പോൾ അത് ഏത് റബ്ബാണ്? ഏതോ ദൈവിക സഭയിലെ അള്ളാഹനെയാണെങ്കിൽ കഅബാലയത്തിന് മുറ്റത്ത് വരേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ കഅബയുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ അവിടെ നാട്ടിയ 360 വിഗ്രഹങ്ങളുടെ നേതാവായ ഏതോ ഒരു ദൈവമല്ല. മറിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പടുത്തുയർത്തി കൈകൾ ഉയർത്തി തേടിയ ആ അള്ളാഹുവിനോട് തന്നെയാണ് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളും ചില സമയങ്ങളിൽ തേടിയിരുന്നത്, അല്ലാതെ വേറെ അള്ളാഹുലല്ല. ഇനി രണ്ടാമത്തെ ഒരു തെളിവ്, ബദർ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, കഅബാലയത്തിൻ്റെ മുറ്റത്തെത്തി കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് ലഅനത്താക്കപ്പെട്ട അബൂജഹൽ കൈകൾ ഉയർത്തി ആരോടാണ് പ്രാർത്ഥിച്ചത്? ഹദീസിൽ വ്യക്തമായി തന്നെ കാണാം. അബൂജഹൽ ദുആ ചെയ്തതിനെ പറ്റി ഹദീസിൽ കാണാം. അള്ളാഹുവിനോടാണ് പറയുന്നത്, ഈ കഅബയുടെ നാഥനായ റബ്ബേ, രണ്ട് സംഘങ്ങൾ ഇവിടെ ഏറ്റുമുട്ടാൻ പോവുകയാണ്.
ഒന്ന് ഹക്കിൻ്റെ സംഘമാണ്, ഒന്ന് ബാത്തിലിൻ്റെ സംഘമാണ്. ഹക്ക് ഏതെന്നും ബാത്തിലേതെന്നും അറിയുന്ന നീയാണ്. അതുകൊണ്ട് ഹക്കിൻ്റെ സംഘത്തെ വിജയിപ്പിക്കണമെന്ന്, അഥവാ ഞങ്ങളാണ് ഹക്കിലെന്നും മുഹമ്മദ് ബാത്തിലാണെന്നും വിശ്വസിച്ചുകൊണ്ടാണ് അവരങ്ങനെ തേടിയത്. മോയിൻകുട്ടി വൈദ്യരുടെ ബദർ കിസ്സപ്പാട്ടിൽ വളരെ മനോഹരമായി ആ പ്രാർത്ഥനയെ ഒരു പാട്ടായി, മാപ്പിളപ്പാട്ടായി അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇറയോനെ ഹാദൽ ബൈത്തുടെ നയന ഹക്കോടു ബാത്തിൽ രണ്ടില് ഇടയിൽ ഫീരിത്തു ഖലാസിയ താക്കിടു നീ ഫരനെ രണ്ടാലൊരു ദീനിനെ പോരിശയാക്കിടൂ ദായിമിൽ കാത്തുകൊൾ എന്ന് പറഞ്ഞുകൊണ്ട് അബൂജഹൽ ദുആ ചെയ്യാണ്. ഈ കാബയുടെ റബ്ബേ, രണ്ട് സംഘങ്ങൾ ഇവിടെ ഏറ്റുമുട്ടുകയാണ്. ഒരു സംഘം ഹക്കാണ്, ഒന്ന് ബാത്തിലാണ്. ഹക്കിനെ നീ വിജയിപ്പിക്കണേ എന്ന്. സത്യത്തിൽ അവിടെ 2 പോയിൻ്റാണ്. ഒന്ന്, ഇടയാളന്മാരില്ലാതെ മധ്യവർത്തികളില്ലാതെ നേർക്ക് നേരെയാണ് അള്ളാഹുവിനോട് ആര് തേടിയത്? അബൂജഹൽ തേടിയത്. അപ്പോൾ ഇവിടെ അബൂജഹൽ സൃഷ്ടികളോടല്ല ദുആ ചെയ്ത്, മറിച്ച് ഇടയാളന്മാരില്ല റബ്ബിനോട് തേടിയത്. അതുകൊണ്ട് അള്ളാഹ് കേട്ടു. രണ്ടാമത്തെ കാര്യം, അബൂജഹൽ ചോദിച്ച ചോദ്യം എന്താ? രണ്ടാലൊരു ദീനിനെ നീ എന്ത് ചെയ്യണം? നിലനിർത്തണം. അതായത് ഹക്കിനെ നീ നിലനിർത്തണം, ബാത്തിലെ തകർക്കണം. ഹക്ക് ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഇസ്ലാം ദീനാണ്. അതുകൊണ്ട് അബൂജഹൽ ചോദിച്ചത് എന്താണ്? ഹക്കിനെ നിലനിർത്തണമെന്നാണ്. അള്ളാഹു അബൂജഹലിനെ ദുആ ചെയ്തു, കബൂലാക്കി, ഹക്കിനെ നിലനിർത്തി, അവരെ പരാജയപ്പെടുത്തി. അപ്പോൾ ഇതിൽ നിന്നും വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിൽ വിശ്വാസമുണ്ടവർക്ക് എന്നത്. മൂന്നാമത്തെ ഒരു തെളിവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ്, അതായത് അബ്ദുൽ മുത്തലിബിന് ജനിച്ച മക്കളിൽ 10 മക്കളിൽ ഒരു മകനാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെ പേര്? അബ്ദുള്ള എന്നാണ്. എന്താ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ? അള്ളാഹിൻ്റെ അടിമ എന്ന്. അപ്പോൾ മുഹമ്മദ് നബി ജനിച്ച് പിന്നീട് വാപ്പാക്ക് പേരിട്ടതാണോ? അല്ല, നബി ജനിക്കുന്നതിന് മുമ്പേ വാപ്പാൻ്റെ പേര് അബ്ദുള്ള എന്നാണ്. അപ്പോൾ ഇതൊരു തെളിവാണ്. ഇനി അതുപോലെ തന്നെ പിന്നെ നമുക്കറിയാം, അവർ ഹജ്ജിൻ്റെ വേളയിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പേ അവിടെ ഹജ്ജുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടം മുതലേ 4200 ചില്ലാനം കൊല്ലങ്ങളായി പരിശുദ്ധ കഅബാലയത്തിൽ ഹജ്ജ് കർമ്മം നടക്കുന്നുണ്ട്. അപ്പം മക്കയിലുണ്ടായിരുന്ന ആളുകളുടെ ഹജ്ജ്, അന്നത്തെ ഹജ്ജ് എന്താണ്? ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ബുഖാഅൻ വതസ്തിയ, അല്ലേ? ചില ശംഖുനാഥങ്ങളും കൂക്കുവിളിയും ഒരു പ്രത്യേക രീതിയിലായിരുന്നു അവരുടെ ഹജ്ജ് കർമ്മങ്ങൾ. നഗ്നരായിക്കൊണ്ടായിരുന്നു അവരെന്ത് ചെയ്തിരുന്നത്? തവാഫ് ചെയ്തിരുന്നത്. സ്ത്രീകൾ രാത്രിയും പുരുഷന്മാർ പകലുമൊക്കെ. അവിടെ പോലും അവർ പറയുന്നത് എന്താണ്? ഞങ്ങൾ കള്ള് കുടിച്ചിട്ടും വ്യഭിചരിച്ചിട്ടും അതുപോലെ പിന്നെ പലിശക്ക് പണം കൊടുത്തും വാങ്ങിയും ചൂതാട്ടം ചെയ്തും അതുപോലെ തന്നെ തട്ടിപ്പറിച്ചും വെട്ടിപ്പിടിച്ചും ഒക്കെ ഉണ്ടാക്കുന്ന പണമാണ്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ വാങ്ങിയ ആ വസ്ത്രം അതിട്ടുകൊണ്ട് അള്ളാഹിൻ്റെ മുമ്പിലേക്ക് വരാൻ പറ്റൂല. അതുകൊണ്ട് ആ ഹറാമായ വസ്ത്രം കഴിച്ചു വെച്ചിട്ട് കൂടുതൽ ഇഖ്ലാസിന് വേണ്ടിയിട്ട് നഗ്നരായി തവാഫ് ചെയ്തിരുന്നു എന്ന് നമുക്ക് ചരിത്രം പഠിപ്പിച്ചു തരാണ്. അപ്പോൾ അത്ര ഇഖ്ലാസാണ് അവർക്ക് ആ ആരാധന ചെയ്യുമ്പോൾ. അവിടെ ഖുർആൻ വ്യക്തമായി, അല്ല ഹദീസ് വ്യക്തമായി പറയുന്നു, അവരുടെ തെൽബിയത്ത് എന്താണ്? മക്കയിലെ മുശ്രിക്കുകൾ ചൊല്ലിയ തെൽബിയത്ത് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, നിൻ്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ഞങ്ങളിതാ വന്നിരിക്കുന്നു റബ്ബേ. അപ്പോൾ മുസ്ലിമീങ്ങളായ നമ്മൾ ചെയ്യുന്ന തെൽബിയത്തും എന്താ? ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. അപ്പോൾ സമസ്ത മുസ്ലിയാക്കന്മാർ പറയുന്നത് പോലെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ആ കഅബാലയത്തിൻ്റെ മുറ്റത്തെത്തി അബൂജഹൽ അടങ്ങുന്ന ആൾക്കാർ ചെയ്യുമ്പോൾ ആ റബ്ബ് ഏതാ? ഇവരുടെ ഭാഷ പ്രകാരം ഏതോ ഒരു ദൈവം. നമ്മൾ ചെയ്യുന്ന തെൽബിയത്തോ അതും ഏതോ ഒരു ദൈവം, അത് ഏതോ അള്ളാഹു, അവരത് ഏതോ ഒരു ദൈവം. അപ്പോൾ രണ്ട് ദൈവമാണോ? രണ്ട് പടച്ചവനാണോ? മൂക്ക് കീഴ്പ്പെട്ടുള്ള ബുദ്ധിയുള്ള ഏതൊരുത്തനും അത് അംഗീകരിക്കൂല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു തെളിവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ തൽബിയത്ത് കേൾക്കുമ്പോൾ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക്, നിനക്ക് ഒരു പങ്കുകാരനുമില്ല എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഖദീം നിർത്തിക്കാളി ഇവിടെ നിർത്തിക്കാളി, ഇനി അതിൻ്റെ അപ്പുറത്തുള്ള എങ്ങനെ ചെല്ലണ്ട, ഇത് ഓക്കെയാണ്. ഇത് മാത്രം ചെല്ലാൻ എന്തായി? അത് അള്ളാഹ് അംഗീകരിക്കലാണ്. അപ്പോൾ ഇത് വേറെ ദൈവിക സഭയിലുള്ള പടച്ചോനാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പടച്ചോനെ സപ്പോർട്ട് ചെയ്തു എന്നാ പറയേണ്ടി? ആ അള്ളാഹ് അംഗീകരിച്ചു എന്നാ പറയേണ്ടി? അല്ല. അപ്പോൾ മക്ക മുശ്രിക്ക് പറയുന്ന അള്ളാഹുവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അള്ളാഹു ഒന്നാണ്. പക്ഷേ വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, ഒരു അള്ളാഹിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയില്ല. അതാണ് തൽബിയത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം. അവരുടെ തൽബിയത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്താ? ഇല്ലാ ശരീക്കൻ ഹുവലക്, ഒരു പങ്കുകാർ നിനക്കുണ്ട്. ഇല്ലാ ശരീക്കൻ, നിനക്ക് പങ്കുകാരില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല, ഒരു പങ്കുകാരുണ്ട്. ഹുവലക്, അത് ആർക്കുള്ള? നിനക്കുള്ളതാണ്.
തംലിക്കുഹു വമാ മലക്, അവർക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ അതൊക്കെ നിൻ്റെ ഉടമസ്ഥതയുള്ള കഴിവാണ്. അപ്പോൾ സ്വയം കഴിവില്ല. സ്വന്തമായിട്ട് അള്ളാഹിനെ പോലെ മഴ പെയ്യിപ്പിക്കാനും ജീവിപ്പിക്കാനും മരിപ്പിക്കാനും ഭക്ഷണം തരാനും ഒന്നും കഴിവില്ല. മറിച്ച് അള്ളാഹു തആല കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങളെ സഹായിക്കുന്നത്. ഇതന്നെയല്ലേ ജാറത്തിൻ്റെ അടുത്ത് പോണ ഒരു സമസ്തക്കാരനായ ഒരു സാധാരണ സഹോദരനും ഒരു സഹോദരിയും പറയുന്നത് എന്താ? ജാറത്തിൻ്റെ അടുത്ത് പോയി ജാറം മൂടി അവിടെ നിലവിളക്കിൽ നിന്ന് എണ്ണ തൊട്ട് ശരീരത്ത് പുരട്ടി അവിടെ പിന്നെ തങ്ങളോട് സങ്കടം പറയുന്ന ഒരു ഇത്താത്താനെ വിളിച്ചിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കി, എന്തിനാണ് ഇത്താത്ത നിങ്ങൾ ഈ മമ്പർത്ത മക്കാമിൽ വന്നിട്ട് ഈ തങ്ങളോട് നിങ്ങളെ ആവലാതി വേവലാതിയൊക്കെ പറയണത്? അപ്പോൾ ഇത്താത്ത പറയും മക്കാമ് ശരിക്കും അതേ വാദം. അപ്പോൾ സമസ്തക്കാരായ ആൾക്കാർ പറയും അതേ വാദം. എന്താ മുജാഹിദ്, അള്ളാഹു ആണ് മൊയ്തീൻ ഷേഖ് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമല്ല. മൊയ്തീൻ ഷേഖ് അള്ളാഹിന് ഞങ്ങൾക്ക് വിശ്വാസമല്ല. പിന്നെ മൊയ്തീൻ ഷേഖ് അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹിൻ്റെ വലിയാണ്. പക്ഷെ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത മഹാനാണ്. നമ്മളൊക്കെ പറഞ്ഞാൽ ഒരുപാട് പാപം ചെയ്യണവരാണ്, ഓരോ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരാണ്. അപ്പോൾ നമ്മൾ ഈ പാപം ചെയ്ത കൈകൊണ്ട് നേർക്ക് നേരെ അള്ളാഹിനോട് മാത്രം ചോദിച്ചാൽ അള്ളാഹ് നമ്മളെ കൈ തട്ടിക്കളയും. അതുകൊണ്ട് അള്ളാഹ് ഇഷ്ടപ്പെട്ടവരോട് പറയാം, ഇവർ ഓരോട് പറയും, അല്ലാതെ ഇവർ പടച്ചോന്മാരല്ല. ഇത് തന്നെയാണ് മക്കത്തെ മുശ്രിക്കും പറയുന്നത്, ഇല്ലാ ശരീക്കൻ ഹുവലക് തംലിക്കു വമാ മലക്, ഒരു പങ്കാളി ഉണ്ട് നിനക്ക്, അത് നിനക്കുള്ളതാണ്, നിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അവർക്ക് എന്തൊക്കെ കഴിവുണ്ടോ ആ കഴിവെല്ലാം നീ ഉടമപ്പെടുത്തിയതാണ്, സ്വന്തം കഴിവില്ല. ആ അല്ലാഹു തആല കൊടുത്ത കഴിവിൽ നിന്നാണ് ആര് ചോദിച്ചത്? മക്കത്തെ മുശ്രിക്ക് ചോദിച്ചത്. അങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സമസ്തക്കാരൻ ചോദിക്കുന്നത്. എന്നാൽ മരിച്ചുപോയ ആളുകൾക്ക് അങ്ങനെ കഴിവുണ്ടോ? മരിച്ചുപോയ മഹാത്മാക്കൾക്ക് നമ്മുടെ ദുആ കേൾക്കാനും ആ ദുആക്ക് ഉത്തരം ചെയ്യാനും കഴിവുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ മധ്യവർത്തികളായി അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മഹാത്മാക്കളെ ഇടയിൽ വെക്കുക എന്നത് അള്ളാഹു തആല പഠിപ്പിച്ച ശരീഅത്തിൽപ്പെട്ടതല്ല. മറിച്ച് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് നൽകിയിട്ടുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഇസ്ലാം, അതിൻ്റെ ഉജ്ജ്വലമായ ആദർശം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. ആദ്യം തന്നെ സകല ഇലാഹുകളെയും നിഷേധിക്കുകയാണ് വിശ്വാസി ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു മുസ്ലിം ആകണമെങ്കിൽ സകല അള്ളാഹു അല്ലാത്ത മറ്റു എല്ലാ പടപ്പുകളെയും ഇലാഹുകളെയും എന്ത് ചെയ്യണം? നിഷേധിക്കണം. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇലാഹ് ആരാ? അള്ളാഹ് മാത്രം. അപ്പോൾ ഈ വിളിച്ചു തേടുന്ന ആളുകളൊക്കെ ഇലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന അർത്ഥത്തിലാണോ? പടച്ചോനെ പോലെ എന്ന അർത്ഥത്തിലാണോ? അല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് അടുപ്പിക്കാൻ വേണ്ടി ഇടയിൽ വെക്കുന്ന പുണ്യപുരുഷന്മാരെന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് ഖാലിഖ് അള്ളാഹുവാണ്, മാലിക് അള്ളാഹുവാണ്, റാസിഖ് അള്ളാഹുവാണ്, മുദബ്ബിർ അള്ളാഹുവാണ്, മഴ പെയ്യിപ്പിക്കുന്ന അള്ളാഹുവാണ്, അതുപോലെ തന്നെ നമുക്ക് സസ്യലതാദികൾ നൽകുന്നവൻ അള്ളാഹു തആലയാണ്, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അള്ളാഹു തആലയാണ്. ഇതെല്ലാം മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ പ്രഖ്യാപിച്ചതാണ്, അവരുടെ ഈമാനിൽപ്പെട്ടതാണ് എന്ന് സകല തഫ്സീറുകളും പറയുന്നുണ്ട്. അവരെ ഈമാനിൽപ്പെട്ടതാണ്. പക്ഷെ അവർ ഈമാനിൽപ്പെട്ടതാണെങ്കിലും ആ ഈമാൻ കൊണ്ട് ഒരു കാര്യമില്ല. കാരണം ഒന്നാമത്തെ കാര്യം, അത് അള്ളാഹ് കബൂലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ശിർക്കൻ വിശ്വാസം അവർ മായ്ക്കണം. ഇനി അവർ മായ്ച്ചാൽ പോലും പൂർണ്ണമായിട്ട് അവർ മുസ്ലിം ആകുമോ? ഇല്ല. പൂർണ്ണമായി മുസ്ലിം ആകണമെങ്കിൽ വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നുകൂടെ അവർ അംഗീകരിക്കും വേണം. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ എന്തല്ല, അവർ ഈമാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു സത്യവിശ്വാസിയുടെ ഈമാൻ പോലെയല്ല, വ്യത്യാസമുണ്ട്. എന്നാൽ അവർക്ക് അള്ളാഹു തആലയാണ് ഖാലിഖ് റാസിഖ് എന്നും ആ അർത്ഥത്തിൽ റുബൂബിയത്ത് അവർ അംഗീകരിച്ചു എന്നതും അവരുടെ ഈമാനിൽപ്പെട്ടതാണ്. അത് നമ്മുടെ വാദമല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. സൂറത്ത് യൂനുസ് 10-ാം അധ്യായം 31-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു തആല പറയുന്നത് എന്താ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർളി അമ്മൻ യംലികു സ്സംഅ വൽ അബ്സാറ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ വമൻ യുദബ്ബിറുൽ അംർ ഫസയഖൂലൂന അല്ലാഹ് ഫഖുൽ അഫലാ തത്തഖൂൻ. അല്ലാഹ് ചോദിക്കുകയാണ്, ഖുൽ ചോദിക്കൂ നബിയെ, അവരോട് ചോദിക്ക്, എന്ത്? മൈ യർസുഖുകും മിനസ് സമാഇ വൽ അർള്, ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവൻ ആരാണ്? ചോദിക്കുക, അവരോട് ചോദിക്കുക, അബൂജഹലിനോട് ചോദിക്ക്, മക്കത്തെ മുശ്രിക്കുകളോട് ചോദിക്ക്, ജാഹിലികളോട് ചോദിക്ക്. അതേപോലെ അമ്മ യംലികു സ്സംഅ വൽ അബ്സാറ, അതേപോലെ തന്നെ ഈ നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ഒക്കെ അധീനപ്പെടുത്തി തന്നവനാരാ? നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ മാലിക്കാരാ?
അവരോട് ചോദിക്ക്, വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ്, നിങ്ങൾ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിങ്ങളെ ജീവിപ്പിച്ചവനാരാ? ആ ജീവിച്ച നിങ്ങളെ പിന്നീട് മരിപ്പിക്കുന്നവനാരാ? അപ്പോൾ ഹയ്യും മയ്യിത്തുമാക്കുന്നവൻ ആരാണ്? അതേപോലെ തന്നെ വമൻ യുദബ്ബിറുൽ അംർ, കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നവൻ ആരാണ്? അവർ പറയുന്ന വാക്കെന്താണ്? ഫസയഖൂലൂനല്ലാഹ്. അല്ലോ, ഫസയഖൂലു എന്നല്ല, ഫസയഖൂലൂന, അവർ പറയുക തന്നെ ചെയ്യും. ഫസയഖൂലൂനല്ലാഹ്, അതൊക്കെ അള്ളാഹു തന്നെയാണ് മുഹമ്മദേ എന്ന് അവർ മറുപടി പറയുന്നു. അള്ളാഹു തആല അവരോട് ചോദിക്കുകയാണ്, ഫഖുൽ, എങ്കിൽ ചോദിക്കും മുഹമ്മദ് നബിയെ, അഫലാ തത്തഖൂൻ, എന്നിട്ടും എന്താ പിന്നെ നിങ്ങൾ ആ അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടുന്നതിൽ, ആ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നതിൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കാത്തത്? അപ്പോൾ അള്ളാഹു തആലയെ പറ്റി അള്ളാഹു തആല പറയുകയാണ് മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം. ഇത് നമ്മൾ ഏതെങ്കിലും ഇബ്നു തൈമിയുടെ കിതാബിലോ അല്ലെങ്കിൽ KMOലി എഴുതിയിട്ടുണ്ടെന്നോ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഏതെങ്കിലും മാസികയിലുണ്ടോ എന്ന് പറഞ്ഞാലോ സമസ്തക്കാരായ ആളുകൾക്ക്, സുന്നികൾക്ക് അത് നിഷേധിക്കാം. പക്ഷേ ഇത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത അള്ളാഹുവിൻ്റെ കലാമിലുള്ള റബ്ബ് പഠിപ്പിച്ച വചനമാണ്. ഇനി അതുപോലെ തന്നെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്ത്, സൂറത്തുൽ അൻകബൂത്തിലെ ആയത്ത് 61-ാമത്തെ ആയത്ത്, أعوذ بالله من الشيطان الرجيم ولئن سألتهم من خلق السماوات والأرض وسخر الشمس والقمر ليقولن الله فأنى يؤفكون. വീണ്ടും അല്ലാഹു തആല അവരെ പഠിപ്പിക്കുകയാണ്. വലയിൻ സഅൽതഹും, നീ അവരോട് ചോദിച്ചു നോക്ക്. വലയിൻ സഅൽതഹും, നീ അവരോട് ചോദിക്ക്. ആ സമയത്ത് അവർ മറുപടി പറയും. എന്ത്? മൻ ഖലഖ സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ്? വസഖറ ശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും അധീനപ്പെടുത്തി തന്നവൻ ആരാണ്? ലയഖൂലുന്നല്ലാഹ്, അറബി പദം അറിയുന്നവർക്കറിയാം. ലയഖൂലൂന എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഇപ്പം ഇയ്യാക്ക നഅ്ബുദു, അവൻ നഅ്ബുദുവിൻ്റെ മുമ്പ് ഇയ്യാക്ക വന്നു. അങ്ങനെ ഇയ്യാക്ക വന്നാൽ അറബി ഗ്രാമർ പ്രകാരം എന്തായി? ആ നഅ്ബുദുവിന് മാത്രം എന്നർത്ഥമായി. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ എന്തായി? നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അതുപോലെ നസ്തഈൻ എന്നതിന് മുമ്പ് ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇന്നതുപോലെയാണ് ഈ നൂനിൻ്റെ പ്രത്യേകത. ലയഖൂലുന്ന എന്താ? അവർ പറയുക തന്നെ ചെയ്യും, ഉറപ്പിച്ച് പറയണം. അവിടെ ഉറപ്പിച്ച് പറയാണ്. അവനെ ഞാൻ അടിച്ചിരിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ അവനെ അടിച്ചിരിക്കുന്നു പറഞ്ഞാൽ അവിടെ ഉറപ്പായിട്ട് അടി നടക്കും. അതെന്താ? അതാണ് ഇവിടെ അല്ലാഹു തആല അവരെ വിശ്വാസത്തെ പറ്റി പറയുന്നത്. അവരങ്ങനെ പറയുക തന്നെ ചെയ്യും മുഹമ്മദ് നബിയെ, ഇതൊക്കെ അള്ളയാണ് എങ്കിൽ ഫഅന്നാ യുഅഫകൂൻ, എന്തുകൊണ്ട് നിങ്ങൾ ഈ സത്യത്തിൽ തെറ്റിക്കപ്പെട്ടു? ഇതല്ലയാണെങ്കിൽ ആ അള്ളാനെ മാത്രമാണ് തേടിയാൽ പോരെ, ആ അള്ളാനെ മാത്രമാണ് വിളിച്ചാൽ പോരെ. പിന്നെ എന്തിനാ അതിൻ്റെ അടിയിൽ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ലാത്തമനാത്തി ഉബുൽ ഉസ്സൊക്കെ എന്നാണ് അള്ളാഹു തആല ചോദിക്കുന്നത്. ഇനി വീണ്ടും അതാ വിശുദ്ധ ഖുർആൻ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിൻ്റെ 63-ാമത്തെ ആയത്ത്. ഈ ആയത്തിൽ വേറെ തെളിവും കൂടി ഉണ്ട്. എന്താ? മക്കാ മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ അള്ളാഹുവിലല്ല, വേറെ ഏതോ ഒരു ദൈവിക സഭയിലുള്ള അള്ളാഹുവിലാണ് വിശ്വസിച്ചത് എന്ന് സഖാഫികൾ വാദപ്രതിവാദങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. പ്രാർത്ഥന എന്നത് ആരാധനയാവുന്ന പ്രാർത്ഥന ഏതാണ്, ആരാധനയല്ലാത്തത് ഏതാണ്, ഇതുവരെയും നിങ്ങൾ വിശദീകരിച്ചിട്ടില്ല. ഇബാദത്താകുന്നത് എപ്പോഴാണ്? നിങ്ങൾ പറഞ്ഞു അത് വിനയം പ്രകടിപ്പിക്കുമ്പോഴാണ് എന്ന്. വിനയം പ്രകടിപ്പിക്കുന്നത് കൊണ്ട് മാത്രം ഇബാദത്താവുകയില്ലെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു എന്താണ്? ഭക്ത്യാദരവോടെ ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ്. അതിന് ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ പറഞ്ഞു, ഇതുവരെ തെളിയിച്ചിട്ടില്ല. മക്കാ മുശ്രിക്കുകൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പഠിപ്പിച്ച അല്ലാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ പകുതി സമ്മതിച്ചു. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, ആ മക്കാ മുശ്രിക്കുകളെ പോലെ എങ്ങനെയാണ് സുന്നികൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന, മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ, മുഹമ്മദ് നബി പറഞ്ഞതുപോലെ വിശ്വസിക്കുന്ന, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന സുന്നികൾ എങ്ങനെയാണ് മക്കാ മുശ്രിക്കുകളെ പോലെ ആവുക? നിങ്ങൾ മറുപടി പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തി അടിമയും
റസൂലുമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുഹമ്മദ് നബിയോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്നതിന് ഒരൊറ്റ ആയത്ത് ഓതാൻ പറഞ്ഞിട്ട് ഒരൊറ്റൊന്നും ബോധിയില്ല. ഈസാ നബിയെ ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന വിളിയെക്കുറിച്ചാണ് വിളിക്കുന്ന ആ ആയത്താണ് നിങ്ങൾ ഓതിയത്. ഈസയെ കുറിച്ച്, ഉസൈറിനെ കുറിച്ച് ഉസൈർ ഇബ്നുല്ലാഹ് എന്ന് വിശ്വസിക്കുന്ന ആ വിശ്വാസക്കാരുടെ വിളിയാണ് നിങ്ങൾ പറഞ്ഞത്. എന്റെ ചോദ്യം അതല്ല. അടിമയും റസൂലുമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുഹമ്മദ് നബിയോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്നതിന് ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ കഴിയുമോ? ഞങ്ങൾ പല ആവർത്തിച്ചു ചോദിച്ചു. കഴിയില്ല. നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെയുള്ള ഓരോ അവസരത്തിലും നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ഗുരുവും ശിഷ്യരും കൂടി സംയുക്തമായി കൂടിയാലും നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ കേരളത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ കൊമ്പന്മാർ എന്ന പേരിലുള്ള നിങ്ങൾ ഇവിടെ വന്നാൽ തന്നെയും നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മുസ്ലിയാരെ ഒച്ചയിട്ടിട്ടൊന്നും കാര്യമല്ല. മുഖാമുഖത്തിലൂടെ നിങ്ങൾ 10 കൊല്ലത്തോളമായി മുഖാമുഖം എന്ന പ്രവർത്തനം നടത്തി കേരളത്തിൽ ശിർക്ക് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന് കൈയോടെ പിടികൂടി. ഉച്ചക്ക് മുമ്പ് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഗൂഢാലോചന നടത്തി നിങ്ങൾ ഒച്ചയിട്ട് ജയിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. പക്ഷെ ഒച്ചയിട്ടത് കൊണ്ട് ജയിക്കുകയില്ല. മുങ്ങിച്ചാവാൻ പോകുന്നവൻ പുൽക്കൊടി കണ്ടാലും പിടിക്കും. അതാണ് വിചിന്തനത്തുമ്മ കയറി പിടിച്ചു നോക്കി, രക്ഷയില്ല. അൽമനാറുമ്മ കയറി പിടിച്ചു നോക്കി, രക്ഷയില്ല. KM മൗലവിയെ പിടിച്ചു നോക്കി, രക്ഷയില്ല. മുങ്ങിച്ചാകുന്നവൻ ചാവുക തന്നെ ചെയ്യും. പുടിക്കുന്ന പുൽക്കൊടികൾ കൊണ്ട് അവന് രക്ഷ കിട്ടുകയില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ എന്താണ് KM മൗലവിന്റെ ബുക്ക് വായിച്ചു പഠിച്ചുവിടാൻ? അലവി സഖാബി ഒന്ന് വായിച്ചു പഠിക്കണം എന്നാണ്. നല്ല നിയ്യത്തോടു കൂടി ഒന്ന് വായിച്ചു പഠിച്ചാൽ ശിർക്കും കുഫറും പ്രചരിപ്പിച്ച് മുസ്ലിം സമുദായത്തെ വഴിതെറ്റിക്കുന്ന ഈ ഹറാമിയത്തിന്റെ ജീവിത രീതി ഒന്ന് തിരുത്താൻ നന്നായിരിക്കും. നല്ല നിയ്യത്തോടു കൂടി നല്ല ഭക്ഷണം കഴിച്ചിട്ട് അതൊന്ന് വായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അജ്മഅ അംബിയായി അലാ അന്ന ഇബാദത്തുല്ലാഹി ഇബാദത്തു ഗൈരില്ലാഹി കുഫ്റുൻ എന്നതിൽ ആർക്കാണ് തർക്കം? നിങ്ങൾക്കുണ്ട് തർക്കം. ഇലാഹാണെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കുഫ്റാവുകയില്ല, ഇലാഹാണെന്ന് വിശ്വസിച്ചാലേ കുഫ്റാകൂ എന്ന് നിങ്ങൾക്ക് തർക്കമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അംഗീകരിക്കുന്ന റാജിയെ ഞാൻ ഉദ്ധരിച്ചത്. ഇപ്പോൾ തർക്കമില്ലെന്ന് ഞഞ്ഞാവിഞ്ഞ പറയുകയോ? തർക്കമുണ്ട് നിങ്ങൾക്ക്. എന്തുകൊണ്ട് റാജിയുടെ ഇബാറത്ത് മുഴുവൻ വായിച്ചില്ല? മലയാള ഭാഷ പഠിക്കണമെന്ന് ആര്യഭാഷ ഹറാമാണെന്ന് പറഞ്ഞ നിങ്ങൾ പൂർവികന്മാരോടും അതിന്റെ പിൻഗാമികളല്ലേ നിങ്ങളാണ് പഠിക്കേണ്ടത്. ദിവ്യത്വം നടിക്കുക എന്നതിന് വലിയ കിതാബ് കൊണ്ടുവന്നു. എന്നിട്ട് എന്താ വായിച്ചത്? ദൈവികത. ദിവ്യത്വം എന്നുള്ളതിന് ദൈവികത എന്നാണ്. ഇവരൊക്കെ LP സ്കൂളിൽ പഠിപ്പിക്കുന്ന എന്തായിരിക്കും? LP സ്കൂളിൽ ഡിക്ഷണറിയാണ് പഠിപ്പിക്കല്. എന്താ മുസ്ലിയാര്? ഡിക്ഷണറി കൊണ്ട് ഖുർആൻ കൊണ്ട് തെളിയിക്കും. ഖുർആൻ കൊണ്ട് തെളിയിക്കണം. 1-ാം പ്രമാണം ഖുർആൻ, 2-ാം പ്രമാണം ഹദീത്ത്. അതിലില്ലെങ്കിൽ ഇജ്മാഉം ഖിയാസും. എന്നിട്ട് മലയാള ഡിക്ഷണറിയും അല്ലെ ശ്രീകണ്ഠേശ്വരത്തിന്റെ അതൊക്കെ തന്നെ നിങ്ങൾക്ക് മുങ്ങിച്ചാവാൻ പോവുക. പക്ഷെ ഇത് നിങ്ങൾ രക്ഷപ്പെടും. ഇത് നിങ്ങൾ മുങ്ങിച്ചാവും ചെയ്യും. നിങ്ങൾ പിടിക്കുന്ന ഓരോ പുൽക്കടിയും നിങ്ങൾക്ക് തന്നെ വിനയായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്ക, ആരാധനയാവുന്ന പ്രാർത്ഥന ഏതാണ്? ആരാധനയാവാത്ത പ്രാർത്ഥന ഞാൻ ചോദിച്ചല്ലോ. എന്നെ സുലൈമാൻ സഖാഫി മിണ്ടിയില്ല. ഞാൻ പലവട്ടം ചോദിച്ചു, വിഷയാവതരണത്തിനും ചോദിച്ചു. ഇബാദത്താകുന്ന ദുആ, കക്കൂസ് പോകുമ്പോഴുള്ള ദുആ, പള്ളി പോകുമ്പോഴുള്ള ദുആ, അത് അള്ളാഹിനോടന്നെ പാടുള്ളൂ. എന്നാൽ ഇബാദത്താകാത്ത ദുആ ഏത്? മിണ്ടിയോ? ഇബാദത്താകാത്ത ദുആ ഏത്? അള്ളാഹുവിന്റെ റസൂൽ ഇബാദത്താകാത്ത ദുആ പഠിപ്പിച്ചോ? മറ്റമ്പിയാക്കൾ പഠിപ്പിച്ചോ? അവിടെ കിടന്ന് ഉരുളുക ചെയ്തത്. ഇനി ഉരുളൽ നടക്കൂല. നിങ്ങൾ മുങ്ങിച്ചാവാൻ പോവാണ്. നിങ്ങൾ പിടിക്കുന്ന പുൽക്കൊടി ഓരോന്നും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപകടമായി കൊണ്ടിരിക്കുകയാണ്. അലവി സഖാബി ഒച്ചടാൻ തീരുമാനിച്ചു വന്നിരിക്കുക. ഒച്ചട്ടിട്ടും മുസ്ലിയാക്കന്മാർ ഒന്നായിട്ട് എണീറ്റ് നിന്ന് ഹോ എന്ന് പറഞ്ഞതുകൊണ്ടും സംഗതി വിജയിക്കുകയില്ല. സത്യമാണ് പറയേണ്ടത്. സത്യം പറയണം. ഹലാലത്തുന്ന പുസ്തകങ്ങളൊക്കെ ഒന്ന് പഠിച്ചാൽ സംഗതി ശരിക്കും നമുക്ക് മനസ്സിലാവും. ഞങ്ങൾ ഓതിയ ആയത്തുകളൊന്നും കൂടി ഓതുകയാണ്. ഇൻതദഉഹും ലാ യസ്മഉ ദുആഅക്കും. നിങ്ങൾ ആരോട് പ്രാർത്ഥിച്ചാലും അവർ വിളി കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും. കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഉത്തരം ചെയ്യുന്നതല്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഈ ചെയ്യുന്ന ശിർക്കിനെ അവർ നിഷേധിക്കും. അത് ഈസാ നബി നിഷേധിക്കും, ഉസൈർ നബി നിഷേധിക്കും, വയ്യത്തി ശേഖ് നിഷേധിക്കും, ബദരീങ്ങളെ നിഷേധിക്കും, അമ്പർത്തങ്ങളെ നിഷേധിക്കും. ഞങ്ങളെ പറഞ്ഞിട്ടില്ല നിങ്ങളോട് പറയാനെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഇബാദത്തിന്റെ ഭാഗമാകുന്ന ദുആ തന്നെയാണ് ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശിർക്കാണ് ചെയ്യുന്നത്. നിങ്ങൾ കേരളത്തിൽ ഈ മുഖാമുഖ പ്രഹസനങ്ങളിലൂടെ മുഴുവനും ഈ ശിർക്ക് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. നിങ്ങൾ എത്ര മലയാള പുസ്തകത്തിൽ അവിടെയും ഇവിടെയും വായിച്ചിട്ട് കാര്യമില്ല. KM മൗലവിയുടെ ഫളായിൽ പറഞ്ഞ് നേരം കളഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. എന്തുമൊക്കെയാ മൂപ്പര് പിടിച്ചു നോക്കണത് എന്നറിയോ? അവസാനത്തെ കത്തല നടക്കുകയില്ല. തെളിവ് നിങ്ങളുടെ കയ്യിലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തെളിവ്, ശിർക്കിന് തെളിവ് ഖുർആനിൽ ഉണ്ടാവില്ല.
ഹദീസിലുണ്ടാവില്ല. തൗഹീദ് സ്ഥാപിക്കാൻ അള്ളാന്റെ റസൂൽ വന്നത്. ശിർക്ക് ചെയ്യുന്ന മക്കാ മുശ്രിക്കുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ അടിസ്ഥാനത്തിലുള്ള യഥാർത്ഥ തൗഹീദ് പഠിപ്പിക്കുവാനാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതിനാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ഖുർആനിൽ അല്ലെങ്കിൽ റസൂലിന്റെ ഹദീസിൽ അതിന് നേരെ വിരുദ്ധമായ ശിർക്കിന് തെളിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ അസംഭവ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഉച്ചയ്ക്ക് ശേഷം ഖുർആനും ഹദീസൊക്കെ വിട്ടിട്ട് KM മൗലവിന്റെ ബുക്ക് വിചിന്തനം അതൊന്നും പിടിച്ചിട്ട് നിങ്ങൾക്ക് തൽക്കാലം നിലനിൽക്കാൻ കഴിയൂല. കാല് വഴുതും, നിങ്ങൾക്ക് ഇടറും, നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം ശിർക്ക് സ്ഥാപിക്കാനാണ് നിങ്ങൾ വന്നുള്ളത്. അതിങ്ങനെ ഓർക്കണം. തൗഹീദ് സ്ഥാപിക്കാനല്ല. മുസ്ലിം സമുദായത്തിൽ നിലനിൽക്കുന്ന ശിർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഘടകവിരുദ്ധമായ പൊറുക്കുകയില്ലെന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ള ശിർക്ക് ചെയ്തുകൊണ്ട് മരിച്ചാൽ നരകം ഉറപ്പാണെന്ന് അല്ലാഹുവും റസൂലും പറഞ്ഞിട്ടുള്ള ശിർക്ക്. നമ്മുടെ ക്രിയാസ്വലായി അരബി സഖാഫി സുലൈമാൻ സഖാഫി മാളിയേക്കലൊക്കെ നടത്തിയ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംവാദം ഉണ്ടായിരുന്നല്ലോ. ആ സ്വമതീയത്തുമായി ബന്ധപ്പെട്ട സംവാദം വർഷങ്ങൾക്ക് മുമ്പ്. ആ സംവാദത്തിൽ കാര്യമായി ഈ സഖാഫികൾ ന്യായീകരിക്കാൻ ശ്രമിച്ചതും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് എന്താണ്? മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ അള്ളാഹുൽ അല്ലാ മക്കത്തെ മുശ്രിക്ക് വിശ്വസിച്ചത് വേറെ ഏതോ ദൈവിക സഭയിൽ അള്ളാഹു ആണെന്നാ. ആ വാദത്തിൻ്റെ മുനയൊടിക്കുന്ന ആയത്താണ് സൂറത്തുൽ അൻകബൂത്തിലെ 63-ാമത്തെ ആയത്ത്. അപ്പോൾ നമ്മൾ 61 ഓതി. അതിലും അള്ളാഹു തആല പറഞ്ഞു. എന്നാൽ ഇതിൽ വേറെ പ്രത്യേകതൻ്റെ ഈ ആയത്തിന് എന്താ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി. എന്താണ്? വലഇൻ സഅൽതഹും, നീ അവരോട് ചോദിക്ക്, മൻ നസ്സല മിനസ് സമാഇ മാഅ, ഉപരിലോകത്ത് നിന്ന് കാർമേഘക്കീറുകളിൽ നിന്ന് ഭൂമിയിലേക്ക് നിങ്ങൾക്ക് മഴവെള്ളം ഇറക്കി തരുന്നവൻ ആരാണ്? അതുപോലെ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, അങ്ങനെ ഉണങ്ങി വരേണ്ട ആ ഉശിരൻ ഭൂമിയിൽ, ആ പരിപരിക്കാനുള്ള ഭൂമിയിൽ, ആ മൊട്ടപ്പാറയിൽ ആ മഴവെള്ളം വന്ന് പിന്നീട് ആ മഴവെള്ളത്തിലൂടെ സസ്യലതാദികൾ കിളിർത്തുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ഈ ഫലപുഷ്ടിയുള്ള മണ്ണാക്കി അതിനെ കൃഷി നൽകിയവൻ ആരാണ്? അവർ പറയും ലയഖൂലുന്നല്ലാഹ്, ലയഖൂലുന്ന, അവർ പറയുക തന്നെ ചെയ്യും അല്ലാഹ്. അത് അള്ളയാണ് മുഹമ്മദ്, തർക്കല്ല. അടുത്ത ആയത്ത് എന്താ അറിയോ? ഖുലിൽ ഹംദുലില്ലാഹ്, എങ്കിൽ പറഞ്ഞോളൂ മുഹമ്മദ് നബിയെ അള്ളാഹ്ക്കാകുന്ന സർവ്വസ്തുതിയും. അപ്പോൾ മക്കാ മുശ്രിക്കുകൾ വേറെ ഏതോ ഒരു ദൈവിക സഭയിലെ പടച്ചോനെയാണ് സ്തുതിച്ചത്, പടച്ചോനെ അംഗീകരിച്ചെങ്കിൽ ഈ അള്ളാഹു സ്തുതിച്ചോളി എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ പരിചയപ്പെട്ട, നമുക്ക് അള്ളാഹു തആല റസൂലിലൂടെ പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിലല്ല മുശ്രിക്ക് വിശ്വസിച്ചെങ്കിൽ ഈ അള്ളാഹു തആല ആ അള്ളാഹിനെ ഒരു പരിചയപ്പെടുത്തിയതിൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞോളൂ പറയോ? വേറെ ഏതൊരു ദൈവത്തെ പറ്റി ഓല് പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ അള്ളാഹു മുഹമ്മദ് നബിയെ ഓലാ അള്ളാഹുവിനെ അംഗീകരിച്ച് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞോ എന്ന് പറയോ? ഇല്ല. അപ്പോൾ ഇത് ആരാണ്? ഇത് ഈ അള്ളാഹു തന്നെയാണ്. അതാണ് ഈ ആയത്തിലെ ഈ വാക്കിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഖുലിൽ ഹംദുലില്ലാഹ്, പറഞ്ഞോളൂ മുഹമ്മദ് നബിയെ അള്ളാഹ്ക്കാകുന്ന സർവ്വസ്തുതിയും. കാരണം അത്രയെങ്കിലും ഓല് അംഗീകരിച്ചല്ലോ. എന്നിട്ട് അള്ളാഹു തആല പറയാണ്, എന്നാൽ ബൽ അക്സറുഹും ലാ യഅഖിലൂൻ, അവരിൽ അധികം ആളുകൾക്കും അഖിലില്ല, ബുദ്ധി ശരിക്കില്ല. കാരണം എന്താ? അവരെ വിശ്വാസത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു തന്നു. എന്ത്? മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു തന്നു. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി, അവരിൽ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്. ഏതർത്ഥത്തിൽ? ഇല്ലാ വഹും മുശ്രികൂൻ, അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട്. അപ്പോൾ റബ്ബിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ അവർ വിശ്വസിച്ചിട്ടില്ല എന്ന് ഖുർആൻ വ്യക്തമായി പറയാണ്. പിന്നെ എങ്ങനെ ഈ വാദം നമുക്ക് അംഗീകരിക്കാൻ പറ്റുക? ഏതൊരു സാധാരണക്കാരനും ഇതിനർത്ഥം എങ്ങനെയല്ല എന്ന് പറയാൻ പറ്റുമോ? പണ്ഡിതന്മാർക്ക് ഇല്ല. ഇനി അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് 23-ാമത്തെ അധ്യായം സൂറത്ത് എടുത്താളാണെങ്കിൽ പോയി എടുത്തോ, തുടർച്ചയായിട്ട് വിളിക്കണമെങ്കിൽ എടുത്തണം. സൂറത്ത് അൽ മുഅ്മിനൂൻ 23-ാമത്തെ അധ്യായം, അതിലെ 86 മുതൽ 89 വരെയുള്ള ആയത്ത്. അതിലൂടെ അല്ലാഹു തആല പറയുകയാണെന്ത്? ഖുൽ മൻ റബ്ബിസ് സമാവാതി സബ്അ വറബ്ബൽ അർശ്. ഖുൽ, പറയൂ നബിയെ, മൻ റബ്ബുസ് സമാവാതി സബ്അ വറബ്ബുൽ അർശ്, 7 ആകാശങ്ങളെയും അതേപോലെ തന്നെ സിംഹാസനം ഇതിൻ്റെ ഉടമസ്ഥനാരാണ്? ഈ പ്രപഞ്ചത്തിൻ്റെ 7 ആകാശങ്ങളുണ്ടല്ലോ, ആ 7 ആകാശങ്ങളുടെയും അർഷിൻ്റെയും ഉടമസ്ഥനാരാണ്? അവർ പറയുമെന്ത്? അല്ല, അർഷിൽ അലീം, ആ അർഷിൻ്റെ ഉടമസ്ഥനാരാണ്? 7 ആകാശ ഉടമസ്ഥന. സയഖൂലുന്നല്ലാഹ്, അവർ പറയും സയഖൂലൂനല്ല, അത് അള്ളാഹു ആണ്.
ഖുൽ അഫലാ തത്തഖൂൻ, എന്തുകൊണ്ട് നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ല? അല്ലാഹു തആല ചോദിക്കുകയാണ്. വീണ്ടും കുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഹുവ യുജീറു അലാ യുജാറു അലൈഹി ഇൻ കുൻതും തഅലമൂൻ. എല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥാവകാശം ഒരുത്തൻ്റെ കയ്യിലാണ്. അവൻ എല്ലാവർക്കും അഭയം നൽകുന്നു. അവനെതിരായി എവിടെ നിന്നും ഒരു അഭയവും ലഭിക്കുന്നില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ അഭയമല്ലാത്ത മറ്റൊരഭയവും ഒരാൾക്കും കിട്ടുന്നില്ല. എല്ലാത്തിൻ്റെയും അഭയം ആരാണ്? അള്ളാഹുവാണ്. വേറെ ഒരാൾക്കും ഒരു അഭയവും തരാൻ നിങ്ങൾക്ക് കഴിയൂല. അങ്ങനെയുള്ളവൻ ആരാണ്? അപ്പോഴും ഓരോ മറുപടി എന്താ? ഇൻ കുന്തും തഅലമൂൻ, അറിയുമെങ്കിൽ നിങ്ങൾ പറയൂ. സയഖൂലൂന അല്ലാഹ്, അവർ പറയും അള്ളാഹുവാണ്. കുൽ ഫഅന്നാ തുസ്ഹറൂൻ, എന്നിട്ടും പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വഴിതെറ്റിപ്പോയത്? അള്ളാഹ് ചോദിക്കുകയാണ്. അപ്പോൾ ഇത്രയും ആയത്തുകൾ ഇനിയും ധാരാളം ഓതാനുണ്ട്. ഇത് നമുക്ക് ഇത്ര മതിയല്ലോ. ഇത്രയും ആയത്തുകൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ അള്ളാഹുവിൽ വിശ്വസിച്ചവരായിരുന്നു, പക്ഷേ വിശ്വാസത്തിൽ ഷിർക്ക് സംഭവിച്ചു എന്നതാണ് അവരുടെ ഈമാൻ. അതാണ് ഇനി മറ്റൊരായത്ത്. വഇദാ റകിബൂ ഫിൽ ഫുൽഖി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ കടലിലൂടെ പായക്കപ്പൽ ഉപയോഗിച്ചുകൊണ്ട് സഞ്ചരിക്കും. മക്കാ മുശ്രിക്കിനെ പറ്റി അള്ളാഹു തആല പറയാണ്. അങ്ങനെ കാറ്റിലും കോളിലും അകപ്പെട്ട് മരണമുഖാമുഖം കാണുന്ന അപകടഘട്ടം വന്നു കഴിഞ്ഞാൽ ആ കടലിൽ വെച്ചുകൊണ്ട് അവർ ഇബ്രാഹിം നബിനെ വിളിക്കുമോ? ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ വിളിക്കുമോ? ലാത്തയെ ഞങ്ങളെ കാക്കണമെന്ന് പറയോ? ഹുബലെ ഞങ്ങളെ കാക്കണമെന്ന് പറയില്ല. അല്ല പറയാണെന്ത്? ദഅവുല്ലാഹ, അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യും. മുഖ്ലിസീന ലഹുദ്ദീൻ, കറകളഞ്ഞ രൂപത്തിൽ. കണ്ടോ, മുഖ്ലിസീന എന്നാണ് എന്താ? ഇഖ്ലാസ്. നമ്മൾ പറയില്ലേ, ഇഖ്ലാസോടുകൂടി ദുആ ചെയ്യണം. അല്ലാതെ അങ്ങനെ അയിഞ്ഞോവറായി ദുആ ചെയ്ത് അതന്നെ അവിടെ പ്രതിസന്ധി ഘട്ടത്തിൽ അവർ മുഖ്ലിസീന ലഹുദ്ദീൻ, ആത്മാർത്ഥമായി അള്ളാഹിനോട് പറയും. അങ്ങനെ മക്കാ മുശ്രിക്ക് ചെയ്യും കുടുങ്ങുമ്പോൾ. എന്നാൽ അള്ളാഹ് പറയാണ്, ആ ദുആ കൊണ്ട് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തും. ഫലമ്മാ നജ്ജാഹു മിനൽ ബർരി, നാം അവരെ ആ ദുആ കൊണ്ട് കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ ഇദാഹും യുശ്രികൂൻ, അപ്പോൾ ഒരു കഅബാലത്ത് പോയിട്ട് എന്ത് ചെയ്യും? ലാത്തക്കുസക്കൊരു യാറം മൂടും. അതന്നെ ഒരു സ്വഭാവം. ഒരു കുട്ടിയില്ലാത്ത ഒരു സമസ്തക്കാരൻ കല്യാണം കഴിഞ്ഞു, 5 കൊല്ലം കഴിഞ്ഞ് 7 കൊല്ലം കഴിഞ്ഞ് ഗൈനക്കോളജിസ്റ്റ് കാണിച്ച് ഒരുപാട് ഹോമിയോ ഗുളിക കുടിച്ച് ആയുർവേദം കുടിച്ച് അങ്ങനെ പല നിലക്കുള്ള എല്ലാ പരിശ്രമം നടത്തി. അതിൻ്റെ പുറമെ ഉംറക്കും പോയി, ഹജ്ജിനും പോയി, എത്തിക്കാനേക്ക് നേർച്ചയും കൊടുത്ത്, അങ്ങനെ സുന്നത്തക്കാരൻ കഴിഞ്ഞാലും ദ്വാരക്കും. അങ്ങനെ ദുആ ചെയ്യും അള്ളാഹിനോട്. അങ്ങനെ അള്ളാഹു തആല എന്ത് ചെയ്യും? ഒരു കുഞ്ഞിക്കാലം അവർക്ക് കൊടുക്കും. ആ ഭാര്യ ഒരു കേടുപാടും കൂടാതെ പ്രസവം കഴിഞ്ഞാൽ ആ കുട്ടിനെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയാൽ ഫസ്റ്റ് എടുക്കാൻ പോലെ ജാർത്തിങ്ങൾക്ക് പരിക്കൂല, നേരെ ജാർത്തിങ്ങൾക്ക് പോകും. ഈ പരിസരത്തുള്ളവരാണെങ്കിൽ മമ്പർത്ത് മക്കാമക്കെന്ന് വരും. എന്നിട്ട് എന്ത് ചെയ്യും? ആ കുട്ടീനെ അവിടെ വെച്ച് ഒന്ന് ജാറം മൂടും കുട്ടിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ആ കൊടി ഒന്ന് ഉപയോഗിച്ച് എന്ത് ചെയ്യും? ഒന്ന് തൊട്ട് തലോടി കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കണം. വലിയൊരു വിരോധാഭാസമുണ്ട്. ഈ ജനങ്ങൾ വിഡ്ഢികളാണ് എന്നുള്ളത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ അറിയോ? ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെ മരണം വരെയുള്ള ജീവിതകാലത്ത് അവനൊരു മുറാദ് ഹാസിലാകണമെങ്കിൽ അവന് ഒരു സൃഷ്ടിയുടെ മുമ്പിലും പോയി ഒരിക്കലും അവൻ സുജൂദ് ചെയ്യണ്ട, കരയണ്ട, പ്രാർത്ഥിക്കേണ്ട. കാരണം എന്താ? ദുനിയാവിൽ അവൻ്റെ കാര്യങ്ങൾ നിറവേറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ ഒരിക്കലും ദീൻ ഷർത്താക്കിയിട്ടില്ല. അതുകൊണ്ട് ഇതിലൊക്കെ ഒന്നും പോകാത്ത, ഇതിനൊക്കെ കളിയാക്കുന്ന പടച്ചോൻ തന്നെ ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദിക്കും കുട്ടീനെ അള്ളാഹു കൊടുക്കുന്നുണ്ട് അല്ലേ? അമ്പലങ്ങൾ പോയി കുമ്പിടുന്ന ഹിന്ദുക്കൾക്കും കുട്ടീനെ അള്ള കൊടുക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ ദൈവമായി കാണുന്ന ക്രിസ്ത്യാനിക്കും അള്ള കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ മുസ്ലിമായ ഒരുത്തം ഇളങ്ങാറായിക്കാണ്ട് മംഗലാപുരത്തുനിന്ന് അവിടുന്ന് വെള്ളമൊക്കെ വണ്ടി വിളിച്ചു പെടുന്നതാണ് 10-15,000 രൂപ വാടക കളയേണ്ട ആവശ്യം? അപ്പോൾ സത്യത്തിൽ പൊട്ടന്മാരാണ്. കാരണം ദുനിയാവിലെ കാര്യങ്ങൾ നിറവേറാൻ അള്ളാഹു ദീന് ഷർത്താക്കിയിട്ടില്ല. അങ്ങനെ ദീൻ ഷർത്താക്കിയില്ലെങ്കിൽ ഇവിടെ മഴ പെയ്യുമ്പോൾ അള്ളാഹിനെ മാത്രം ആരാധിക്കുന്നവർക്കല്ലേ മഴ ഇട്ടുള്ളൂ അല്ലേ? ദീൻ ഷർത്താക്കിയില്ലെങ്കിൽ, ദീൻ അള്ളാഹു ഇറക്കിയ ദീൻ 100% ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾക്കൊരു ഖൈറും ദുനിയാവിൽ കിട്ടൂല എന്ന് അള്ളാഹ് എവിടെയെങ്കിലും പറഞ്ഞോ? ഇല്ല. കാരണം അള്ളാഹു തആല ഈ ദുനിയാവിൽ അവൻ നൽകുന്ന എല്ലാം അത് എല്ലാവർക്കും അള്ളല്ല എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നവർക്കും ആ നാവിന് ശക്തി കൊടുക്കുന്ന ആരാ? അള്ള തന്നെയാണ്. ഓൻ്റെ ഹൃദയം പിടിപ്പിക്കുമ്പോൾ ആ ഹൃദയം പിടിപ്പിക്കുന്നത് കൃത്യമായി അറിയുന്ന അള്ളാഹു, അത് കൺട്രോൾ ചെയ്യുന്ന ആരാ? അള്ളയാണ്. അപ്പോൾ ദുനിയാവിൽ അള്ളാഹു തആല ഓരോന്നിനപ്പം നടപടി എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മഖ്ലൂഖ് ഉണ്ടാവില്ല. അപ്പം അതാണ് അള്ളാഹിൻ്റെ ചര്യ. അതാണ്
അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞ എന്താ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. എന്താ അതിൻ്റെ അർത്ഥം? പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹു തആല എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. അവിടെ ആ റഹീമിനൊരു അർത്ഥമുണ്ട്. വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവനാണ്. അത് അള്ളാഹിൻ്റെ ഒരു സിഫത്താണ്. അത് ദുനിയാവിലെ സിഫത്താണ്. ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലോ ആ സിഫത്ത് അല്ലാഹു തആല മാറ്റി വെച്ചിട്ട് അവിടെ അള്ളാഹ്ക്ക് വഴിപ്പെട്ടവർക്ക് മാത്രമേ പരിഗണന ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകൾ ഫാത്തിമ റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, യാ ഫാത്തിമ ബിൻത് ഖദീ നഫ്സക മിനന്നാർ, നിൻ്റെ തടിയെ നീ നരകത്തിന് കാത്തുരക്ഷിക്കണം. അവിടെ ഒരു കറഫുമില്ല, അവിടെ ഒരു രക്ഷയില്ല. അപ്പോൾ ഈ ദുനിയാവിൽ ജാറത്തിങ്ങ പോയി ജാറ മൂടി കഷ്ടപ്പെടുന്ന ആര് അള്ളാഹിനോട് തേടി നേർച്ച കൊടുത്ത് നല്ല ഡോക്ടറെ കാണിച്ചൊക്കെ ചെയ്ത ആൾ കുട്ടി ഉണ്ടാകുമ്പോൾ ശുക്ർ പറയാൻ വേണ്ടി അള്ളാഹുവിൻ്റെ അടുത്തേക്കല്ല പോണത്. പിന്നെ എവിടേക്കാണ് പോണത്? ജാറത്തിങ്ങലാണ് പോണത്. ഈ ദുനിയാവിനൊരു വിലയില്ല. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായ ആളുകൾക്ക് ഈ ദുനിയാവിന് ഒരു വിലയില്ല. കാരണം ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ തൂക്കം പോലും ഇല്ല എന്നുള്ള അള്ളാഹിൻ്റെ അടുത്ത് ഇതിനൊരു വിലയില്ല. ഇതെന്താണ്? വെള്ളം, അതെ, ഒരു തൊണ്ടയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കാൻ കഴിയില്ല. കാരണം അള്ളാഹു തആല അതിനൊരു വിലയും കൊടുത്തില്ല. അതുകൊണ്ട് ഇവിടെ അള്ളാഹു അത് റീറ്റെയിലും ഹോൾസെയിലും ആയിട്ട് അതങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കും. പിടിച്ചു വെക്കുന്ന ഒരു പരിപാടിയില്ല എന്ന കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇനി അതേപോലെ തന്നെ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ജാറത്തെങ്കിലും പോകുന്ന ഒരാൾ ഈ രൂപത്തിലാണ് ചെയ്യുന്നത്. നന്ദികേടാണല്ലോ ചെയ്യുന്നത്, അല്ലേ? ഇപ്പം നമ്മളൊരു പൊരി വെയിലത്ത് നിൽക്കുകയാണ്, വെയിൽ കൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് കോഴിക്കോട് പോകണം, നമ്മൾ ബസ് വരണവും കാണുന്നില്ല, കഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു സുഹൃത്ത്, ഒരു മനുഷ്യൻ, ഒരറിവില്ലാത്തൊരു മനുഷ്യൻ അവിടെ വന്ന് നിർത്തി. നിങ്ങൾ എങ്ങോട്ടാന്ന് ചോദിച്ചു. ഞാൻ കോഴിക്കോട്ടേക്കാണ്. എന്നാൽ പോരി, ഞാനും കോഴിക്കോട്ടേക്കാണ്. AC ഇട്ട് അയാൾക്ക് വളരെ നല്ല റാഹത്തായിട്ട് കോഴിക്കോടെത്തി അയാൾ ഉദ്ദേശ സ്ഥലത്ത് അവിടെ ഇറങ്ങിയപ്പം അവിടെ വേറൊരു കാറ് ആയിട്ടൊരു ചങ്ങായി നിൽക്കുന്നുണ്ട്. ആ കാറുകാരൻ്റെ അടുത്ത് ചെന്നിട്ട് കൈ കൊടുക്കുകയാണ്. കൈ കൊടുത്തിട്ട് പറയുകയാണ്, ബന്ധ് ശുക്രൻ, താങ്ക്സ്, വളരെ നന്ദി, ഈ ഉപകാരം ഞാൻ ഒരിക്കലും തന്നെ മറക്കൂല, മരിച്ചാലും മറക്കൂല എന്ന് അവിടെ നിൽക്കുന്ന ഏതോ ഒരു കാറുകാരന് കൈ കൊടുത്തിട്ട് ഈ കാറുകാരനെ അവഗണിച്ചാൽ ആ മനുഷ്യന് എത്ര വലിയ നന്ദി കെട്ടവനാ. ഈ കാറുകാരൻ എങ്ങനെ ആലോചിക്കുക, പഠിച്ചവനെ ഞാൻ ഈ ചങ്ങായിനെ ആ പൊരി വെയിലത്തുനിന്ന് AC ഇട്ട് ഇവിടെ കൊണ്ടുവന്ന് കോഴിക്കോട്ട് ഇറക്കി കൊടുത്തിട്ട് ഇപ്പം താങ്ക്സ് പറഞ്ഞായിരിക്കാം. ഓനെ പരിചയമില്ലാത്ത, ഓനെ കണ്ടിട്ട് പോലും ഇല്ലാത്ത വേറൊരുത്തന് ഇതല്ല ഇവിടെ ചെയ്യുന്ന പണി, അല്ലേ? ഇവൻ്റെ എല്ലാ ഹൃദയമിടിപ്പും അറിയുന്ന ആ റബ്ബിന് കൊടുക്കേണ്ട ശുക്ർ അവിടെ കിടക്കുന്ന ഔലിയക്ക്, ബീവിക്ക്, തങ്ങക്ക്, തമ്പ്രാന്, മൂലിയർക്ക്, അള്ളാഹ്ക്കൊന്നുമില്ല. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഇനി മാത്രമല്ല, ഈ കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ജാറത്തൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. ഒരു കുഞ്ഞിക്കാല് കിട്ടാൻ വേണ്ടിയിട്ട് ജാറത്തിൽ പോകുന്നവരുണ്ട്. കുറേ അള്ളാഹിനോട് തേടിയിട്ട് കിട്ടുന്നില്ല. അപ്പം എന്നാൽ ജാറത്തൊക്കെ പോയി നോക്കുക. അങ്ങനെ ജാറത്തൊക്കെ പോയിട്ട് ആ ഷെയ്ഖിനോ തങ്ങൾക്കോ മൂലിയക്കോ കുട്ടിനെ കൊടുക്കാൻ കഴിയുമോ? ഇല്ല. അവിടെയും അള്ളാഹു തആലയാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളുടെ ഈ വിശ്വാസത്തെക്കുറിച്ച്, ജാഹിലിയത്തിലെ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഒരാൾക്ക് തൗഹീദ് ഉൾക്കൊണ്ട് മരണം വരെ നല്ല കോലത്തിൽ ജീവിക്കാൻ കഴിയില്ല. അതാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്ത്? ജാഹിലിയത്തെക്കുറിച്ച് ഒരാൾ പഠിക്കാതെയാണ് ഇസ്ലാം സ്വീകരിക്കണമെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് കയറിൻ്റെ പിരി അഴിഞ്ഞു പോകുന്നത് പോലെ ഇസ്ലാം ദീൻ അഴിഞ്ഞു പോകും. എന്താ കാരണം? ജാഹിലിയം പഠിച്ചാൽ മതി. ഏത് കാര്യത്തിലും ജാഹിലിയം പഠിച്ചാൽ മതി, എല്ലാത്തിലും. അതാണ് അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറബി സമൂഹത്തിൽ തന്നെ ഒരു പ്രവാചകനെ സൃഷ്ടിച്ച് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി ഖിയാമത്ത് നാൾ വരെ ഹൈടെക് യുഗത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി വരെ മാതൃകയാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുനടന്നു. അതിന് അല്ലാഹു തആല തിരഞ്ഞെടുത്ത സമൂഹം യൂറോപ്യന്മാരല്ല, സിറിയ ഏതെങ്കിലും നിലക്കുള്ള പാശ്ചാത്യരല്ല, പിന്നെ ആരെ? അറബി സമൂഹത്തെയാണ്. ഇതിനേക്കാൾ അന്ന് എഴുത്തും വായനയും വിദ്യാസമ്പന്നതയുമുള്ള എത്ര ആളുകളുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും. എന്താ അവിടുന്ന് അല്ലാഹു തആല ഒരു പ്രവാചകൻ ഉണ്ടാക്കാൻ? എൻ്റെ ഈ നബിയെ അങ്ങോട്ട് നിയോഗിക്കാതിരുന്നത്? യഹൂദികൾ നല്ല കിതാബ് തിരിയുന്നവരും വേദഗ്രന്ഥം പഠിച്ചവരും നല്ല സാഹിത്യ നിപുണതയുള്ളതൊക്കെയാണ്. അവരിൽ തന്നെ മദീനത്തുണ്ടല്ലോ, അല്ലേ? അവിടെ തന്നെ പരിസരങ്ങളുണ്ടല്ലോ, ഷ്യാമിലും പല സ്ഥലത്തും ഇല്ലേ, ഫലസ്തീൻ, ഇസ്രായേലൊക്കെ അല്ലേ ഉണ്ട്. എന്തുകൊണ്ട് അവരെ അല്ലാഹു തആല അവരിൽ നിന്നൊരു പ്രവാചകൻ തിരഞ്ഞെടുത്തില്ല? അപ്പോൾ ലോകത്തുള്ള മുഴുവൻ ജനതക്കും കൃത്യമായി പഠിച്ച് നന്നാകാൻ ഒരു സമൂഹത്തെ അല്ലാഹു തആല നമുക്ക് മുമ്പിൽ കാണിച്ചു തരികയാണ്. ആ സമൂഹത്തെയാണ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയെടുത്തത്. അവർ പിന്നീട് ഒരിക്കൽ പോലും
ജീവിതത്തിൽ അള്ളാഹു തആലക്ക് പുറമെ ഒരു കല്ലിനെയോ ഒരു ബിംബത്തെയോ ഒരു മരത്തെയോ ഒരു മഹാത്മാക്കളെയോ ഒരു ജിന്നിനെയോ ഒരു മലക്കിനെയോ വിളിച്ചു തേടിയിട്ടില്ല. അവർ ജീവിതത്തിൽ ഭരമേൽപ്പിക്കുന്നതിന് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിന് പകരം ഒരു കുപ്പിയിലോ ഒരു നൂലിലോ ഒരു തകിടിലോ ഒരു ഐക്കല്ലിലോ ഒരു ഇളനീമലോ ഒരു കരിക്കുമ്മലോ ഒരു വൈതളങ്ങമലോ ഒരു പടവലമ്മലോ ഒന്നും ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അടിമക്ക് അല്ല പോരെ എന്ന് ചോദിച്ചപ്പോൾ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ വ നിഅമൽ മൗല വ നിഅമൻ നസീർ എന്ന് ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ആ വാക്ക് പ്രഖ്യാപിച്ചവരാണ് അവർ. മാത്രമല്ല ഫഇദാ ഗസംത ഫതവക്കൽ അലല്ലാഹ്, നിങ്ങൾ എന്തൊരു കാര്യത്തിന് ഇറങ്ങാണോ റബ്ബിൽ ഭരമേൽപ്പിക്കാൻ അള്ളാഹു തആല അവരെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിലാണ് അവർ ജീവിതത്തിൽ ഭരമേൽപ്പിച്ചത്. പക്ഷേ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ ആ റബ്ബിൽ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ അവർ പങ്കു ചേർത്തു. പിന്നെ 2% ആളുകൾ അള്ളാഹു ഇല്ല എന്നും പരലോകമില്ല എന്നും ജീർണിച്ച അസ്ഥികൂടങ്ങൾ രണ്ടാമത് മനുഷ്യനായി പുനർജനിക്കുകയില്ല എന്നൊക്കെ ഇന്ന് പറയുന്ന പോലെ അന്നും പറഞ്ഞിരുന്നു. അത് ഏത് കാലത്തും 1% 2% ആൾക്കാരുണ്ടാവുള്ളൂ. ഇമാം റാസി അവിടെ തഫ്സീറിൽ പറഞ്ഞു, സന്ദീഖുകൾ, നിരീശ്വരവാദികൾ, പദാർത്ഥവാദികൾ, പരലോക നിഷേധികൾ അവർ 1% 2% ഉള്ളൂ. ബാക്കി 98.9% ലോകത്ത് മുശ്രിക്കുകളാണുള്ളത്, അല്ലേ? മുശ്രിക്കുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്തുള്ള മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളുടെ വിശ്വാസം എന്ന് പറയുന്നത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മധ്യവർത്തികളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അത് നമ്മൾ പറയുന്ന വാക്കല്ല. മക്കത്തെ മുശ്രിക്കുകളുടെ വാദം എന്താണെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ 39-ാം അധ്യായം സൂറത്ത് സുമറിൻ്റെ 3-ാമത്തെ ആയത്തിലൂടെയും അതുപോലെ തന്നെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിൻ്റെ 18-ാമത്തെ ആയത്തിലൂടെയും അള്ളാഹു തആല പഠിപ്പിക്കുകയാണ്. എന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى. എന്താണ് ഇവിടെ പറയുന്നത്? ഇനി ഞാനിതിൻ്റെ അർത്ഥം എൻ്റെ വകയായി പറഞ്ഞ് എന്നാരും തെറ്റിദ്ധരിക്കണ്ട. നമ്മുടെ സമസ്തയിലെ ആളുകൾ പോലും അംഗീകരിക്കുന്ന KV കൂറ്റനാട് മുസ്ലിയാർ അദ്ദേഹം ഫതുഹുർ റഹ്മാൻ എന്ന് പറയുന്നൊരു ഖുർആൻ പരിഭാഷ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അമാനി മൗലവിയുടെ ഖുർആൻ തഫ്സീർ, ഉമ്മർ മൗലവിയുടെ തഫ്സീർ, കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ എഴുതിയ തഫ്സീർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഫതുഹുർ റഹ്മാൻ എന്ന പേരിൽ KV കൂറ്റനാട് മുസ്ലിയാർ ഖുർആൻ പരിഭാഷ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 5-ാം വാള്യത്തെ 93-ാമത്തെ പേജിൽ നിന്നാണ് ഈ സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം ഞാൻ വായിക്കുന്നത്. കേട്ടോളൂ. വല്ലദീന തഖദൂ മിൻ ദൂനി ഔലിയാ, അള്ളാഹുവിലെ ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ. എന്താ ഇതിൻ്റെ അർത്ഥം? അള്ളാഹുവിനെ കൂടാതെ ആരാധ്യ വസ്തുക്കളെ സമീപിച്ചവരാകട്ടെ അവർ പറയുന്നു. ആരാധ്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ആരാധ്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന, നേർച്ച കൊടുക്കുന്ന, സഹായം തേടി വിളിക്കുന്ന ആരാധ്യ വസ്തുക്കൾ ആരാണ്? ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ലാത്ത, മനാത്ത, ഹുബുൽ ഉസ്സ പോലെയുള്ളവരാണ്. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് അവരെ നിങ്ങൾ സഹായം തേടുന്നത് ചോദിച്ചാൽ അവർ പറയുന്നു, അള്ളാഹുവിലേക്ക് അവർ ഞങ്ങളെ ശരിയായി അടുപ്പിച്ചു തരുന്നതിന് വേണ്ടിയാണ് മാത്രമാണ് ഞങ്ങൾ അവരെ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നത് എന്നാണ്. കണ്ടോ? ഇതിന് ഈ KV കൂറ്റനാട് മുസ്ലിയാർ തന്നെ എഴുതുന്ന അടിക്കുറിപ്പ്, അതായത് തഫ്സീർ, അതിൻ്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞു. കേട്ടോളൂ. മക്ക മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്ത ചില വസ്തുക്കളെ ഇലാഹാക്കി വെച്ച് അവർ ഇബാദത്ത് ചെയ്തിരുന്നതിന് ന്യായീകരണം നൽകുന്നത് തന്നെയാണ് അള്ളാഹു വിവരിക്കുന്നു. ഞങ്ങളുടെ ആ ഇലാഹുകൾ അള്ളാഹുവിനോട് ശുപാർശ ചെയ്ത് അവരുടെ അടുക്കൽ തങ്ങൾക്ക് സാമീപ്യവും പ്രീതിയും നേടിത്തരുന്നവരത്രേ അവരുടെ വാദം. ഇത് തനി കള്ളം സത്യനിഷേധികളുടെ വാദമാണ് എന്നും അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഇത് കള്ളമാണെന്നും ഇത് നിഷേധികളുടെ വാദമാണെന്നാണ് അള്ളാഹു തആല പറയുന്നത്. അപ്പോൾ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്താണ്? മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ. ഞങ്ങൾ ഇവർക്ക് ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയുള്ള മധ്യവർത്തികളായിട്ടാണ്. ഇനി അതേപോലെ തന്നെ സൂറത്ത് യൂനുസിൻ്റെ 18-ാമത്തെ ആയത്ത്, അതിന് വലിയ കാലം ഇമ്പിച്ച് കോയത്തങ്ങൾ പറഞ്ഞാൽ സമസ്തക്കാർ അംഗീകരിച്ച പണ്ഡിതനാണ് വലിയ കാലി, കോഴിക്കോട് വലിയ കാലി. അദ്ദേഹത്തിൻ്റെ ഖുർആൻ പരിഭാഷ അൽ ബയാൻ അതിൻ്റെ 274-ാമത്തെ പേജിൽ ഈ 10-ാം അധ്യായം സൂറത്ത് യൂനുസിൻ്റെ 18-ാമത്തെ ആയത്ത് കൊടുക്കുന്നുണ്ട്. എന്താണ്?
ويعبدون من دون الله ما لا يضرهم ولا ينفعهم ويقولون هؤلاء شفعاؤنا عند الله. നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഈ വസ്തുക്കളെ, ഈ കല്ലിൻ തുണ്ടങ്ങളെ, ഈ കെട്ടിപ്പൊക്കിയ കബറുകളെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ അവിടെ പോയി ബാത്തിയുടെ പ്രാർത്ഥിക്കുന്നത്, ദുഃഖങ്ങളും സങ്കടങ്ങളും പറയുന്നത് എന്ന് ചോദിച്ചാൽ ഹാ ഉലാഹി, അക്കൂട്ടർ ഷുഫാഉന ഇൻദല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ മുഹമ്മദ് ഇവരൊന്നും പടച്ചോന്മാരാണ് എന്ന അർത്ഥത്തിലല്ല. ഉണ്ടാവും. അതുകൊണ്ടാണ് തഫ്സീർ റാസിയിൽ ഇമാം റാസി അഥവാ സമസ്തക്കാർ അംഗീകരിക്കുന്ന തഫ്സീർ റാസി ഉണ്ടല്ലോ, ആ റാസിയിൽ വ്യക്തമായിക്കൊണ്ട് തന്നെ പറയുന്നു എന്ത്, അജ്മഅ കുല്ലുൽ അംബിയാഇ അലൈഹിമുസ്സലാം അലാ അന്ന ഇബാദത്തിഹിം ഗൈറുല്ലാഹി തആല എന്താ പറയുന്നത്, അള്ളാഹു അല്ലാത്തവർക്കുള്ള ആരാധന ഇലാഹാണെന്ന വിശ്വാസത്തിലാണെങ്കിലും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുമെന്ന നിലക്കാണെങ്കിലും കുഫറാണ് എന്നതിൽ മുഴുവൻ പ്രവാചകന്മാരും ഏകോപിച്ചിട്ടുണ്ട്. അജ്മഅ കുല്ലുൽ അംബിയ ആണ്. അപ്പോൾ അള്ളാഹു തആലയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഇലാഹാണെന്ന വിശ്വാസത്തിൽ തേടിയാൽ എന്താണ്, ഇലാഹാണെന്ന് തേടിയ വിശ്വാസം തേടിയാൽ അത് കുഫറാണ്, അത് വലിയ ശിർക്കാണ് എന്ന് വ്യക്തമാണ്. എന്നിട്ട് ഇമാം റാസി പിന്നീട് വീണ്ടും തുടർന്ന് പറയുന്നു എന്താണ്, ഇന്നഹും വളഉ ആദിഹിൽ അസ്നാമ വൽ ഔസാന അലാ സുവരി അംബിയാഇഹിം വ അഖാബിരിഹിം വ സഅമു അന്നഹും തസ്തഅലു ബി ആദിഹി തമാസീൽ ഫഇന്ന ഉലൈകൽ അഖാബിറു യകൂനു ശഫാഅ ലഹും ഇൻദല്ലാഹി തആല. അഥവാ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളെ പറ്റി ഇമാം റാസി പറയുകയാണെന്ത്, അവർ മക്കാ മുശ്രിക്കുകൾ അവരുടെ ഒരു പ്രമാണി, ഒരു പ്രധാനപ്പെട്ട ഒരു നല്ല മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ രൂപമോ അല്ലെങ്കിൽ ബിംബമോ ഉണ്ടാക്കും, അയാളുടെ ഫോട്ടോസോ അല്ലെങ്കിൽ ബിംബമോ ഉണ്ടാക്കിയിട്ട് അവയുടെ മുമ്പിൽ പോയി എന്ത് ചെയ്യും, അവർ കാണിക്കകൾ സമർപ്പിക്കും, നേർച്ചകൾ സമർപ്പിക്കും. അതിന് മുമ്പിൽ പോയി അവരെന്ത് ചെയ്യും, തഅലീം ചെയ്യും, സങ്കടങ്ങൾ പറയും, ആരാധനകൾ സുജൂദൊക്കെ ചെയ്യും. എന്താണ് അവരുടെ വിശ്വാസം? ഈ ബിംബം കേൾക്കുന്നോ ഈ ഫോട്ടോ കേൾക്കുന്നതാണോ? അല്ല, മറിച്ച് ഇതിൻ്റെ പിന്നിലുള്ള മഹാൻ ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും എന്ന അർത്ഥത്തിലാണ്. എന്നിട്ട് ഇമാം റാസി തുടർന്ന് പറയുകയാണെന്ത്, വനദീറു ഫി ഹാദ സമാനി ഇസ്തിഗാലു കസീറു മിനൽ ഖൽഖി ബിതഅലീമിൽ ഖുബൂരിൽ അഖാബിർ അലാ അത്തിഖാദി അന്നഹും ഇദാ ഖല്ലമു ഖുബൂറഹും ഫഇന്നഹും യകൂനു ശുഫാഅ ലഹും ഇൻദല്ലാഹ്. തഫ്സീറു റാസി 4-ാം വാള്യം 572-ാമത്തെ പേജിൽ പറയാണ് അല്ലോ. അപ്പോൾ എന്താ പറയുന്നത്, വനദീറു ഫി ഹാദ സമാൻ, എന്നാൽ ഈ കാലഘട്ടത്തിലും ഇസ്തിഗാലു കസീറു മിനൽ ഖൽഖി, ധാരാളം പടപ്പുകൾ ഇതുപോലെയുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാ? അത് റാസി ഇമാം ചിലപ്പോൾ ഹിന്ദുക്കളെ പറ്റിയും ശബരിമലക്ക് പോണവരെ പറ്റിയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോണ പറ്റിയും അല്ല, മറിച്ച് അദ്ദേഹം പറയുന്നത് ആരെയാണെന്ന് അറിയുമോ? എന്ത്, ഉലായിക്കൽ അകാബിറു, അവരാരാണ്? ഖബറുകൾ കെട്ടിപ്പൊക്കി എന്നിട്ട് അവിടെ തഅലീം ചെയ്യുന്നവരാണ്. എന്താ തഅലീം? തഅലീം എന്ന് പറഞ്ഞാൽ സുന്നത്താക്കപ്പെട്ട തഅലീമല്ല. ഒരു ഖബർ കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള സുന്നത്ത് എന്താ? അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ എന്ന് പറയണം. എന്നിട്ട് ആ ഖബറാളികൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, പരലോക ചിന്തയും മരണചിന്തയും ഉണ്ടായി തിരിച്ചു പോരണം. ഇതാണ് ഖബർ സിയാറത്ത്. ഇതിന് വേണ്ടിയിട്ടാണ് ചാർത്തക്ക പോണ്. ഇത്രയും വലിയ വാടക മുടക്കി ഇത്രയും ദൂരത്തേക്ക് വണ്ടി ഓടിച്ചിട്ട് എന്തിനാണ് ഈ പാത്തമ്മക്കുട്ടി ഐതറുട്ടി ഫാമിലി അടക്കം വരുന്നത്? അവനാൻ്റെ പരലോക പന്ത്രണ്ടാകാനും മരിച്ചവർക്ക് വേണ്ടിയിട്ട് അള്ളാഹിനോട് തേടാനാണെങ്കിൽ അവനാൻ്റെ മഹല്ല ഖബർസ്ഥാനം പോയാൽ പോലെ. അപ്പോൾ അവിടുന്ന് വരുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഈ ഖബർ പ്രത്യേകം നിയ്യത്താക്കിയിട്ടാണ് ഈ മഹാൻ ഞങ്ങളെ കാണും, കേൾക്കും, ഹൃദയം അറിയും, ഞങ്ങളെ കാര്യങ്ങൾ അള്ളാഹുവിനോട് സംസാരിക്കും. അത് തന്നെയാണ് ഇമാം റാസി പറയുന്നത്. എന്ത്, വനദീറു ഫി ഹാദ സമാനി ഇസ്തിഗാലു കസീറു മിനൽ ഖൽഖി ബിതഅലീമിൽ ഖുബൂരിൽ അകാബിരി അലാ അത്തിഖാദി അന്നഹും ഇദാ ഖല്ലമു ഖുബൂറഹും, ഈ ഖബറിൽ കിടക്കുന്ന ഇന്ന വലിയ മഹാൻ എന്ത് ചെയ്യും, ഞങ്ങളെ ഫഇനലഹും ഷഫാഅ ലഹും ഇൻദല്ലാഹി തആല, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കും എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ 1400 കൊള്ളുമ്പോൾ മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞ വാദം എന്താ? മാന അബ്ദുഹും ഇല്ലാ ലികരിബൂന ഇലല്ലാഹി സുൽഫ, ഞങ്ങൾ ഇവർക്ക് ഇബാദത്ത് ചെയ്യണത് അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാണ്. ഹാവുനായി ഷുഫാവുനായി ഇൻദല്ലാഹ്, ഇക്കൂട്ടർ ഞങ്ങൾ അള്ളാഹുവിലേക്ക് ശുപാർശ ചെയ്യും എന്ന വിശ്വാസത്തിലാണ്. ഉണ്ടോ? അപ്പോൾ ഇത് സത്യത്തിൽ ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. അപ്പോൾ നിർത്തിയിട്ട ഒരു കല്ലിൻ്റെ മുമ്പിൽ പോകുന്ന ഒരു രാമൻകുട്ടിയും കടത്തിയിട്ട ഒരു ജാറത്തുമാകുന്ന കല്ലിൻ്റെ മുമ്പിൽ പോകുന്ന ഹൈദറുട്ടിയും കർമ്മത്തിൽ ഒന്നാണ് ചെയ്യുന്നത്, വിശ്വാസത്തിൽ ഒന്നാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഹിന്ദുക്കൾ ചെയ്യുമ്പോൾ അത് മാത്രം ബഹുദൈവ ആരാധന എന്നും, ഒരു മുസ്ലിം ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ജായിസാക്കപ്പെട്ട ഒരു ഖബർ സിയാറത്ത് എന്നും പറഞ്ഞ് ലഘൂകരിക്കുന്നത് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാരാണ്.
അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ പറഞ്ഞത് അൽ ഉലമാഉഹും ഷർറുമൻ തഹത അദീമി സമാ, ആകാശത്തിൻ്റെ ചുവട്ടിലെ നികൃഷ്ട ജന്തുക്കളാണ് ആര്? പണ്ഡിതന്മാർ. അത് ഒരു കാലത്ത് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ സമസ്തക്കാർ, അതുപോലെ ത്വരീഖത്തുകാർ, അതുപോലെ സൂഫികൾപ്പെട്ട ആളുകൾ, ഷിയാക്കൾ, ഇവർക്കൊക്കെ എതിരായിരുന്നു നമ്മുടെ ലമീർ മടക്കിയിരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ ആ ലമീർ മടക്കുമ്പോൾ നമ്മുടെ തൗഹീദി പ്രസ്ഥാനത്തിൽ നിന്ന് ഇതുപോലെ ഒരു ശിർക്കൻ വിശ്വാസം മുവഹിദീങ്ങളുടെ ഹൃദയത്തിലേക്ക് കുത്തിവെച്ച് കർമാനുഷ്ഠാന പ്രാർത്ഥന എന്ന ഇസ്ലാം പഠിപ്പിച്ച മന്ത്രത്തെ ഒരുതരം മന്ത്രവാദ ചികിത്സയാക്കി മാറ്റിയ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാം മിഷൻ്റെ പണ്ഡിതന്മാർക്കെതിരെയും നേതാക്കന്മാർക്കെതിരെയും വിരൽ ചൂണ്ടേണ്ട അവസ്ഥ നമുക്കുണ്ടായി. പണ്ട് നമുക്ക് തൗഹീദ് പറയുമ്പോൾ കുറച്ച് ഒരു ഭാരം മാത്രമുള്ളൂ. ഞാൻ എന്താ ഒരു വിഭാഗത്തെ മാത്രം നമ്മൾ ഫോളോ ചെയ്താൽ മതി. ഇന്ന് തൗഹീദ് പറയുമ്പോൾ നമ്മളെ കൂട്ടുകാരെയും കൂടി കൂട്ടിപ്പിടിക്കേണ്ട അവസ്ഥ വന്നു. ഇതെന്തുകൊണ്ടാണ് വന്നത്? ഒരു 100 കൊല്ലം കഴിഞ്ഞപ്പോൾ ഷൈത്താൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിനുള്ളിൽ കയറി പണിയെടുത്തു. കാരണം ഈ ഇസ്ലാഹി പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന കറകളഞ്ഞ ശുദ്ധമായ തൗഹീദ്, ഈ ശിർക്കിനെതിരെയുള്ള പോരാട്ടം, ഈ കണിശമായ സുന്നത്ത്, ആ സുന്നത്തിനെതിരായ വിദഅത്ത്, ഈ പോരാട്ടത്തിൽ നിരാശ പൂണ്ട ഷൈത്താൻ എങ്ങനെയെങ്കിലും ഈ പഹയന്മാരൊന്ന് വഴിതെറ്റിക്കാൻ എന്താ മാർഗം നോക്കി കുറേ മെനക്കെട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരെ കൊണ്ടുവന്ന് അങ്ങനെ പറഞ്ഞു നോക്കി. അതൊന്നും റാഹത്തായില്ല. CN കൊണ്ട് പറഞ്ഞു നോക്കി, റാഹത്തായില്ല. ചേകന്നൂർ പറഞ്ഞു റാഹത്തായില്ല. അതൊന്നും തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചോ? ഇല്ല. അവസാനം മർക്കത്താബാക്കാർ വന്നിട്ടും ഹദീസ് നിഷേധമല്ലാതെ അവസാനം ഷെയ്ത്താന് കിട്ടിയ ഒരു വലിയ ടീമാണ് ആര്? ജബ്ബാർ മൗലവിയും സക്കരിയ സ്വലാഹിയും ഫൈസൽ മുസ്ലിയാരും ഹുസൈൻ സലഫിയും PN അബ്ദുൽ ലത്തീഫ് മദനിയും കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരും അതുപോലെ തന്നെയുള്ള ഈ പറഞ്ഞ മുജാഹിദ് ബാലുശ്ശേരിയും സിറാജ്ലാം ബാലുശ്ശേരിയൊക്കെ അടങ്ങുന്ന ഒരു വലിയ ടീം ഓല ഷെയ്ത്താൻ പതുക്കാൻ പിടിച്ചു. ഓലാണ് പിടിച്ചു. ആ ടീമിനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു? ഈ തൗഹീദിൻ്റെ ഉരുക്ക് കോട്ടയിലേക്ക് ഷെയ്ത്താൻ അത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, എന്ത് ഹയ്യായ ഹാദറായ ഖാദറായ ഒരു ഷെയ്ത്താനോട് നമ്മൾ അതിൻ്റെ കയ്യിൽപ്പെട്ട കാര്യം ചോദിക്കുകയാണെങ്കിൽ അതിന് പ്രാർത്ഥന എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് പുഴയിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരാൾ പെട്ടെന്ന് കരയിൽ നിൽക്കുന്ന ജോസഫിനെ വിളിച്ചിട്ട് പറയാണ്, എടാ ജോസഫേ എൻ്റെ കൈ പിടിക്ക്, ഞാനതാ നിലവെള്ളം കിട്ടാതെ പായാണെന്ന് പറഞ്ഞാൽ അത് ജായിസാണ്, അത് ദുആയല്ല. അത് ആരംഗീകരിക്കും? സമസ്തക്കാരനോട് ചോദിച്ചാൽ സമസ്തക്കാരൻ അത് എതിര് പറയുമോ? വഹാബികൾ നിങ്ങളെ ആ സഹായത്തോടെ ഷിർക്കായി പോയി എന്ന് പറയുമോ? ഇല്ല. തബ്ലീഗുകാർ പറയുമോ? ഇല്ല. നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുമോ? ഇല്ല. അതേപോലെ തന്നെ നമ്മൾ സൂഫികൾ പറയുമോ? അതും പറയില്ല. ആരും പറയില്ല. മുജാഹിദ്പ്പെട്ട വിസ്ഡംകാർ പറയുമോ? ഇല്ല. മർക്കസ് സഭക്കാർ പറയുമോ? അതും പറയില്ല. എന്നാൽ അവിടെ ഒരു ജിന്നുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് എടാ ജിന്നെ എൻ്റെ കൈയൊന്ന് പിടിക്കൂ എന്ന് പറഞ്ഞാലോ അത് മുത്തലക്കൻ ഷിർക്കാണ്. ജോസഫെ എൻ്റെ കൈ പിടിക്കൂ എന്ന് പറഞ്ഞ പോലെ അല്ലാതെ ജിന്നെ എൻ്റെ കൈ പിടിക്കൂ എന്ന് പറഞ്ഞാൽ ജിന്ന് അവിടെ ഉണ്ട് എന്ന ഊഹം മാത്രമേ ഉള്ളൂ, അല്ലേ? ഇവൻ വിളിക്കുന്ന സ്ഥലത്ത് ജിന്ന് ഉണ്ട് എന്ന് ഊഹിക്കല്ലേ? ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അമൽ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞേരി. ഊഹം ഷിർക്കാണ്. അവിടെ എല്ലാ ഊഹം ഷിർക്കല്ല. ഇപ്പം ഞാൻ നിങ്ങളെ പറ്റി മോശമായി വിചാരിക്കുന്നത് ഊഹാണ്. അതിന് ഈബത്ത് എന്നാണ് പറയുക. ഈബത്ത് എന്ന് പറയും. ആ ഈബത്ത് എന്താണ്? എന്നാൽ നേരെ മറിച്ച് ഇവിടെ പറഞ്ഞ ഊഹം എന്ന് പറയുന്നത് വിശ്വാസത്തിലാണ്. ലോകത്ത് എല്ലാ മതങ്ങളും ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ വിശ്വാസവും ആരാധനയും കെട്ടിപ്പടുത്തത്. മക്കാ മുശ്രിക്കുകൾ ഊഹത്തിൻ്റെ പിന്നാലെയാണ് പോയത്. ഇവിടുത്തെ ഹൈന്ദവർ ഊഹത്തിൻ്റെ പിന്നാലെയാണ്. ഇപ്പോൾ ഓണം എന്ന് പറയുന്ന വിശ്വാസം എന്താ? ഹൈന്ദവ ദർശനത്തിലെ തൃക്കാക്കര എപ്പോഴെന്ന് പറയുന്ന ഒരു ദൈവിക മൂർത്തി, അതിനെക്കുറിച്ചുള്ള ഐതിഹ്യമാണ്, കെട്ടുകഥയാണ്. മഹാബലി എന്ന അസുര ചക്രവർത്തി അല്ലേ നാട് വഴിയുന്ന കാലം അങ്ങനെ വാനലോകത്ത് നിന്ന് വന്ന വാമനന്മാർ അസൂയ പൂണ്ട് ഭൂമിയിലേക്ക് ചവിട്ടിത്താഴ്ത്തി. ഇങ്ങനത്തെ ഐതിഹ്യത്തിൽ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ വിശ്വാസം എന്താണ്? വമാ ഖതലുഹു വമാ സലബുഹു വലാകിൻ ശുബ്ബിഹ ലഹു എന്ന് ഖുർആൻ തറപ്പിച്ച് പറഞ്ഞതാ. നിങ്ങൾ ഈസാ നബിനെ പിടിച്ചിട്ടുമില്ല, കുരിശ് തറച്ചിട്ടുമില്ല, നിങ്ങൾ കൊന്നിട്ടുമില്ല. മറിച്ച് അള്ളാഹുലേക്ക് ഉയർത്തിയെന്ന് ഖുർആൻ പറഞ്ഞ. പക്ഷേ ഇവർ എന്ത് ചെയ്തു? പിൽക്കാലത്ത് ഈ പറഞ്ഞ പൗലോസും സാവോളും അതുപോലെ തന്നെയുള്ള മത്തായും ഓലൊക്കെ പല നിലക്കുള്ള സുവിശേഷം എഴുതി. എന്താ കാരണം? അത് പിൽക്കാലത്ത് ഐതിഹ്യമുണ്ടാക്കി. എല്ലാവരുടെയും പാപങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി യേശു ക്രിസ്തു കുരിശിൽ എറിയുന്ന പറഞ്ഞത് കള്ളക്കഥയല്ലേ അത്? ആണ്. അതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളാണ്, ഐതിഹ്യങ്ങളാണ് പല മതങ്ങളുടെയും ഊഹമാണ്. അതാണ് ഊഹത്തിലുള്ള ശിർക്ക്. ഇത് തന്നെയാണ് ഇന്ന് ജിന്ന് വിഷയത്തിൽ വിസ്ഡംകാർ പടുത്തുയർത്തിയതും ഊഹത്തിലുള്ള ശിർക്കാണ്.
എന്നിട്ട് ഇതിനെ തൗഹീദ് ഇനി വിരുദ്ധമല്ല, ഇത് ശിർക്കാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇസ്ലാം ദീൻ തകരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ജിന്നുകളോടുള്ള സഹായത്തേട്ടം മുത്തലക്കൻ ശിർക്കാണ് എന്ന് ഒരു തൗഹീദുള്ളൊരുത്തം പറഞ്ഞാൽ അതുകൊണ്ട് ഇസ്ലാം ദീനിൻ്റെയോ ഇസ്ലാമി പ്രസ്ഥാനത്തിൻ്റെയോ എന്ത് ആദർശത്തിനെ കോട്ടം പറ്റുക? ഇവരോടൊന്ന് ചോദിച്ചു നോക്കി നിങ്ങൾ. അതുകൊണ്ട് എന്തെങ്കിലും ഹദീസ് നിഷേധിക്കേണ്ടി വരുമോ? എന്തെങ്കിലും തൗഹീദിൻ്റെ ഒരു വശം ഒഴിവാക്കേണ്ടി വരുമോ? ഇല്ല. എന്തിനാ പിന്നെ അതിൻ്റെ ആവശ്യം? അപ്പോൾ ഒരു സൃഷ്ടിയുടെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് ശിർക്കല്ല എന്നതാണ് ഇവരുടെ ന്യായം. പക്ഷെ ജിന്നും മലക്കും അതുപോലെ ഉള്ള ഒരു ഭൗതിക സൃഷ്ടികളാണ്. ഏതർത്ഥത്തിൽ? പ്രാപഞ്ചിക വ്യവസ്ഥക്കുള്ളിൽ ഉള്ള അർത്ഥത്തിൽ അവർ ഭൗതിക സൃഷ്ടികളാണ്. എന്നാൽ മനുഷ്യനെ തൊട്ട് അവരെന്തല്ല, അഭൗതികമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമാണ് മനുഷ്യനെ സംബന്ധിച്ചിട്ടോ. നാളെ ഈ വാക്ക് മുറിച്ചിട്ട് ജിന്നും മലക്ക കാര്യകാരണത്തിന് അപ്പുറത്താണെന്ന് സാഹിത്യകാണി പറഞ്ഞു എന്ന് പറയരുത്. കോമട്ടിട്ടാണ് ഞാൻ പറയുന്നത്. മനുഷ്യനെ സംബന്ധിച്ച് അത് അദൃശ്യ ഭൗതികമാണ്. അതുകൊണ്ടാണ് പത്തപിരിയ സംവാദത്തിൽ അതുപോലെ തന്നെ പിന്നെ ഒക്കെ വാദപ്രതിവാദം നടത്തി പല നിലക്കും കാരണം പറഞ്ഞ ഫൈസൽ മുസ്ലിയാർ കോയിച്ചനെ വന്നപ്പോൾ എന്ത് പറഞ്ഞു? മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യ അഭൗതികമായ ജിന്ന്. അവിടെ ഏത് അഭൗതിക? അപ്പം ജിന്നുകൾ KNM പിന്നെ ജിന്നുകളെ അള്ളാനെ പോലെ ആക്കി. അഭൗതികം എന്ന് പറഞ്ഞാൽ അള്ളാനെ പോലെ ആവുമോ? ഇല്ല. മനുഷ്യനെ തൊട്ട് അഭൗതികമാണ്. എന്നാൽ പ്രാപഞ്ചിക വ്യവസ്ഥക്കുള്ളിലാണ് അവർ. ആ അടിസ്ഥാനത്തിൽ ഒരു മലക്കിനെ കാണുന്നത് അഭൗതികമാണോ? ഞാനിപ്പോൾ നിങ്ങളെ കാണുന്നത് അഭൗതികമായ മാർഗ്ഗമുണ്ട് അവിടെ? ഇല്ല. കാര്യകാരണത്തിന് അപ്പുറത്തുള്ള വല്ല മാർഗ്ഗമുണ്ടോ? ഇല്ല. നമ്മൾ അമേരിക്കയിൽ നിൽക്കുന്ന ഒരുത്തനെ വീഡിയോ കോൾ ചെയ്യുമ്പോഴും കാര്യകാരണത്തിന് അപ്പുറത്തുണ്ടോ? ഇല്ല. അതെന്താ? ഒരു മാധ്യമം വഴി നമ്മൾ കാണുന്നത്. ഒരു മറൻ്റെ അപ്പുറത്ത് നിന്നിട്ട് ഒരാൾ ശബ്ദം നമ്മൾ കേൾക്കുകയാണ്. അത് കാണാത്ത ഒരാളോട് നമ്മൾ ശബ്ദം കേട്ടു, അതുകൊണ്ട് അഭൗതികമായ കേൾവി എന്ന് പറയുമോ? ഇല്ല. അത് ചുമരിൻ്റെ അപ്പുറത്താണ്. നമ്മൾ പുറത്തു കൊണ്ടാൽ പോയി നോക്കി അവനെ കാണൂലേ? എന്നതുപോലെ അവിടെ ഒരു ജിന്നുണ്ട് എന്ന് വിശ്വസിച്ചിട്ട് ആ ജിന്നിനോട് വെളിച്ചം ചോദിക്കുകയാണ്. ഏത് വിഷ്ടംകാരനാണ് ഇവിടുന്ന് അപ്പുറത്ത് കൂടെ പോയാൽ ആ ജിന്നിനെ കാണിച്ചു തരാൻ പറ്റുക? അവിടെ ഒരു മനുഷ്യൻ അവിടെ ബാത്റൂമിലുണ്ട്, വെള്ളം തരും, വെള്ളം തീർന്നിട്ടുണ്ട്, ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരും നമ്മളോട് പറഞ്ഞു, നമ്മൾ കാണുന്നില്ല, അപ്പുറത്താണ്. പക്ഷെ ആ ശബ്ദം നമ്മൾ കേട്ടു. നമ്മൾ ഇവിടുന്ന് വെള്ളമായിട്ടാണ് ചെന്നാൽ ഓനെ കാണും. ഓൻ അവിടെ ഇങ്ങോട്ട് വന്നാൽ നമ്മളെയും കാണും. എങ്കിൽ ചോദിക്കട്ടെ, ഇസ്ലാം മാസികയിൽ ജബ്ബാർ മൂലം എഴുതിയ എന്താ? ഇരുളിൻ്റെ മറവിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ഒരാളെയും കാണുന്നില്ല. എന്നാൽ മനുഷ്യന് കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്ന പഞ്ചേന്ദ്ര വ്യവസ്ഥക്കുള്ള ഒന്നുമില്ല. അവിടെ നായില്ല, പൂച്ചയില്ല, കാടില്ല, പിന്നെ കഴുതിയില്ല, കുതിരയില്ല, ഒന്നുമില്ല, ഒരു മനുഷ്യനുമില്ല. എന്നാൽ പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, കണ്ടോ, ആ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നാണെന്ന് വിശ്വസിക്കണമെങ്കിൽ ആദ്യം ജിന്നിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കണ്ടേ? എന്നിട്ട് ഈ ശബ്ദം ജിന്നിൻ്റെ ആണെന്ന് നമുക്ക് ഉറപ്പാക്കണ്ടേ? വേണ്ടേ? അപ്പോൾ അതങ്ങ് ഉണ്ടാവുമോ? ഒന്നാലോചിച്ച് നോക്കി. ഇല്ലാത്തൊരു കാര്യം. അപ്പോൾ ആ ജിന്നിൻ്റെ ശബ്ദമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഏതിനോട്? ആ ശബ്ദം കേട്ട സൃഷ്ടിയായ ജിന്നിനോട് എനിക്കൊരു വെളിച്ചം തരാമോ, എന്നെ ഒന്ന് വഴി കാണിച്ചു തരാമോ എന്ന് സഹായം തേടിയാൽ അതിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേട്ടമില്ല. കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ള ഒരു തേട്ടം അതിലില്ല. അതിനാൽ അത് ശിർക്കുമല്ല. ഇതാണ് ജബ്ബാർ മൂലി എഴുതിയത്. ഇതിനെ കാലങ്ങളോളം യഥാർത്ഥത്തിൽ ന്യായീകരിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ വിഷയത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ടു. ഇത് തൗഹീദിൻ്റെ തറവാട്ടിലേക്ക് തൂങ്ങി നിൽക്കുന്ന ഒരു പിഴച്ച മരമാണ്. അതുകൊണ്ട് ഇനി നമ്മൾ ആ ഏർപ്പാടായിട്ട് നടക്കണ്ട എന്ന് പറഞ്ഞ് അതുകൊണ്ട് മുറിച്ച് കളയാൻ തീരുമാനിച്ചതാണ് ഈ പ്രസ്ഥാനം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നമ്മൾ പറയുന്നത്. ഇതുകൊണ്ട് 2012 പുതിയ തൗഹീദുമായി അബ്ദുറഹ്മാൻ സലഫി വന്നു, KNM വന്നു, ഹനീഫ് കാക്കോടി വന്നു, അനസ് മൗലവി ഇസ്ലിയാർ വന്നു. ആര് പറയുന്നു? യഥാർത്ഥത്തിൽ 2010 പുതിയ തൗഹീദ് കൊണ്ടുവന്ന ആരാ? വിശ്വാസം കൊണ്ടുവന്ന ആരാ? വിഷ്ടംകാരാണ്. സ്വന്തം കാലിലെ മന്ത് മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരെ മന്താന്ന് വിളിക്കുന്ന വിരോധാഭാസമാണ് യഥാർത്ഥത്തിൽ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാം വിഷയം ചെയ്യുന്നത്. ഏറ്റവും വലിയ അപകടകരമായ വിശ്വാസമാണ്. അപ്പോൾ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് സമസ്തക്കാരുടെ ഈ പറഞ്ഞ തവസ്സുലും ഇടതേട്ടവും ബോധ്യപ്പെടുത്തി നമ്മൾ ഷിർക്കാണെന്ന് പറയുമ്പോൾ അതുപോലെ പഠിപ്പിച്ചു കൊടുക്കേണ്ട അവസ്ഥ അവിടെ വന്നു. അപ്പോൾ ചില ചോദ്യം എന്താ? ആരാ പല ഇവിടെ ജിന്നിനെ വിളിക്കണത്? ആരാ പല മലക്കിനെ വിളിക്കണത്? ആരും വിളിക്കണില്ലല്ലോ. പക്ഷെ വിളിച്ചാൽ ഷിർക്കാവില്ല എന്ന വിശ്വാസം ആർക്കുണ്ട്? എല്ലാവരുടെ മനസ്സിലുണ്ട്. ആ വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് അവർ ഇയ്യാക്കനാവതു ഇയ്യാക്കന നസ്തഈൻ എന്ന് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? ആ വിശ്വാസം വെച്ചുകൊണ്ട് വജ്ജഹത്തു വജ്ഹല്ലദീ ഫത്തറ സമാവാതി വൽ അർള് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന് പറയുന്നത് എന്താ അർത്ഥം? വലിയ വരാൻ പോകുന്ന അതല്ല അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂര് പറഞ്ഞത്. ഇവരെ വാദങ്ങളും ഈ ദുർവ്യാഖ്യാനങ്ങളും സൂറത്തുൽ അൻആമിലെ ആയത്തിലെ ദുർവ്യാഖ്യാനം ചെയ്ത ഫൈസൽ മുസ്ലിയാരുടെ അപകടകരമായ വാദം കേട്ടിട്ട് അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂർ അദ്ദേഹം നിസ്സഹായനാണ്, പുറത്തേക്ക് പറയാത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഇന്നും ആ വിശ്വാസമുണ്ട്. അദ്ദേഹം പറഞ്ഞെന്താരോ, ഈ അവസ്ഥയിലാണ് ഇവർ പോകണമെങ്കിൽ സംശയം വേണ്ട, വരും ഭാവിയിൽ ഇത് ജായിസാന്ന് പറഞ്ഞ ടീം അവിടെ ഉണ്ടാവും.
അങ്ങനെ തന്നെയല്ലേ ഷിർക്ക് കടന്നു വന്നത് ഉമ്മത്തിലേക്ക്. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ 3 തലമുറ ആദ്യം രൂപമുണ്ടാക്കി, അന്ന് ബഹുമാനിച്ചു, പിന്നീട് ആ ബഹുമാനിച്ച രൂപങ്ങളെ ആദരിച്ചു, പിന്നീട് ആരാധിച്ചു. അങ്ങനെയല്ലേ ഷിർക്ക് വന്നത്. 300 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഷിർക്ക് വരുന്നത്. അതുപോലെ ഇത് സംഭവിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് അഖ്ഫാഫീക്കും വദബീബുൻ നംൽ, ഉറുമ്പരിച്ചു വരുന്നത് പോലെ ഷിർക്കിനെ നിങ്ങൾ ഭയപ്പെടണം. പക്ഷെ എന്തുണ്ടായി? ഷെയ്ത്താന്മാർ ഒരു പാർട്ടി രൂപീകരിച്ചു. അതാണ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ ഓല ലോകത്ത്. എന്നിട്ട് ഓല് പറഞ്ഞു അയക്കും നമുക്ക് മെമ്പർമാരെ വേണം. അങ്ങനെ മെമ്പർമാരെ കിട്ടി. പതുക്കെ ഓരോരുത്തരെ വര വീശി. നമ്മളൊക്കെ ആ വരിയിൽ പെട്ട ആളായിരുന്നു. അൽഹംദുലില്ലാഹ് അതിന് വെതറിച്ചാടാൻ അള്ളാഹു തൗഫീഖ് ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഇന്നും ആ വരിയിൽ നിൽക്കുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റാണ് ഈ പറഞ്ഞ അബ്ദുള്ള ബാസിദ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ്റെ MSMൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റെ അഭിമുഖത്തിൽ എന്താ പറയുന്നത്? പ്രസൻ്റായൊരു ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്കാവൂലാന്ന് ഞങ്ങളെ വാദം. എന്നാൽ കേനമാർ പറയുന്നത് എല്ലാം ഷിർക്കാണ്. കണ്ടോ? ഓല് വരെ പറയലാണെങ്കിൽ ചെറിയ കുട്ടികളോട് ചോദിച്ചു നോക്കി, അവരെ പറയാണ്. അപ്പോൾ ഈ വിശ്വാസം ഇവരെ പീസ് റേഡിയോ വഴി, അതുപോലെ തന്നെ ഇവരെ നൂതന സംവിധാനങ്ങൾ വഴി, ഇവരെ സിമ്പോസിയങ്ങൾ വഴി, സെമിനാറുകൾ വഴി, മതപ്രഭാഷണം വഴി, മുഖാമുഖം വഴി ഇവർ കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെ ക്ലാസ് നമ്മൾ കേൾക്കാം നിന്നാൽ അപകടം ഉണ്ടാവുമെന്ന് പറഞ്ഞത്. കാര്യം മനസ്സിലാക്കാത്തതും കയറിയ അപകടം തന്നെയാണ്. ചിലവർ പറയുന്നത് നമുക്കൊരു ദീനിൻ്റെ ഒരു ചിട്ടിയും ഒരു ഖുശൂ ഒരു ഭയഭക്തിയൊക്കെ കിട്ടാൻ നമ്മൾ ഒരു കുറച്ച് കാലം തബ്ലീഗ് ജമാഅത്തേറെ പോയി 40 ദിവസം ജമാഅത്തിന് പോട്ടെ. ചില മുജാഹിദീങ്ങളെ വർത്താനാണ്. ചില മുജാഹിദീകൾ പറയുന്നത് ഓലപ്പം പോയാൽ ഒരു ചിട്ടി മട്ടൊക്കെ ഒന്ന് കിട്ടും. ആ പോക്കാണ്ട് പോയാൽ എന്താ ഉണ്ടായാൽ അവസാനം ഓല ഖുറാഫാത്ത് മെമ്പറായാണ് പോകും. ഞാൻ നല്ല കറ കളഞ്ഞ ഒരുത്തന് ഉറച്ചു നിന്നാലോ ഓമിനെ ന്യൂട്രായിട്ടേ വരിക. തർക്കിക്കലൊന്നും അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. നമ്മളൊക്കെ അങ്ങനെ ചിന്തിച്ചവരായിരുന്നു. ഒക്കെ ഈ സർക്കസ് കൂടാരമാകുന്ന വിസ്റ്റം വണ്ടിയിൽ കയറിയ അന്ന് തുടങ്ങിയതാണ് അതൊക്കെ. അതിന് മുമ്പ് ഈ പ്രശ്നമൊന്നുമില്ലായിരുന്നു. കാരണം എന്താണോ, ഒരു ഭാഗം നിഷേധം, ഒരു ഭാഗം അതിര് കിടക്കൽ, മധ്യത്തിൽ നിന്ന ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ആ തറവാട്ടിക്ക് മടങ്ങിയപ്പോൾ എന്തായാലോ എല്ലാത്തിലും കൃത്യമായ ഒരു നിലപാടും നിഗമനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പടുത്തുയർത്തിയ വിശ്വാസങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ന് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സകല പ്രസ്ഥാനങ്ങളുടേതുമുള്ളത്. അതുകൊണ്ട് കേരളത്തുൽ മുജാഹിദീൻ എന്ന ഇസ്ലാമിക് പ്രസ്ഥാനം അന്നും ഇന്നും ഇലാ ഖിയാമത്ത് സഅ വരെയും ഈ ആദർശം പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ മക്കാ മുശ്രിക്കുകളുടെ ജാഹിലിയ കാലഘട്ടത്തിലെ വിശ്വാസ വൈകല്യങ്ങളെ പഠിച്ച് നമ്മളെന്ത് ചെയ്യുക, തൗഹീദിനെ മുറുകെ പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുള്ള ജീർണതകളിൽ നിന്നും പൂർണ്ണമായും സത്യദീനിലേക്ക് മടങ്ങാനും ഇസ്തിഖാമത്തോടുകൂടി മരണം വരെ നിലനിൽക്കാനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു വസല്ലമ തസ്ലീമൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.